നമസ്കാരം. SSC മലയാളിയുടെ കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ലക്ഷ്യ സെൻ ബിക്കംസ് ഫസ്റ്റ് ഇന്ത്യൻ മെയിൽ ഷട്ട്ലർ ടു റീച്ച് സെമി ഫൈനൽസ് ഓഫ് ഒളിമ്പിക്സ്. ഒളിമ്പിക്സിൻ്റെ സെമി ഫൈനലിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ മെയിൽ ഷട്ട്ലർ ആയിരിക്കുകയാണ് ലക്ഷ്യ സെൻ. അപ്പോൾ ലക്ഷ്യ സെൻ ചൈനീസിൻ്റെ പ്ലെയർ ആയിട്ടുള്ള തായ്പേയ് ചോ ടിയാൻ ചെന്നിനെയാണ് ക്വാർട്ടർ ഫൈനലിൽ തോൽപ്പിച്ചത്. അപ്പോൾ ഇന്ത്യ ഇതിനു മുൻപ് ബാഡ്മിൻ്റണിൽ ബ്രോൺസ് മെഡൽ നേടിയിരുന്നു, 2 ബ്രോൺസ് മെഡൽ നേടിയിരുന്നു. ഒന്ന് 2008 സൈന നെഹ്വാൾ, ഒന്ന് 2021 PV സിന്ധു. നെക്സ്റ്റ്, DGSSB ദൽജിത് സിംഗ് ചൗധരി ടേക്സ് ഓവർ അഡീഷണൽ ചാർജ് ഓഫ് ഡയറക്ടർ ജനറൽ BSF. ദൽജിത് സിംഗ് ചൗധരി എന്ന് പറയുന്നത് അദ്ദേഹം സഹസ്ര സീമ ബാലിൻ്റെ SSBയുടെ ഡയറക്ടർ ജനറലാണ്. അദ്ദേഹം ഒരു അഡീഷണൽ ചാർജ് കൂടെ ഏറ്റെടുത്തിരിക്കുകയാണ്, ഡയറക്ടർ ജനറൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. അപ്പോൾ പ്രീവിയസ് BSF ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള നിതിൻ അഗർവാളിനെ അദ്ദേഹത്തിന്റെ പാരന്റ് കേരള കേഡറിലേക്ക് പറഞ്ഞയച്ചു. റീപാട്രിയേഷൻ നടന്നു. അതിന്റെ ഫലമായിട്ടാണ് ദൽജിത് സിംഗ് ചൗധരിക്ക് ഈ ഒരു അഡീഷണൽ ചാർജും കൂടെ ഏറ്റെടുക്കേണ്ടി വന്നത്. നെക്സ്റ്റ്, ബോബ് റേ ഇലക്ടഡ് ആസ് പ്രസിഡന്റ് ഓഫ് UN's എക്കോസോക്. ബോബ് റേ എന്ന് പറയുന്നത് കാനഡയുടെ UN-ലേക്കുള്ള അംബാസിഡറാണ്. അദ്ദേഹം എക്കോസോക്കിന്റെ പ്രസിഡന്റായി 1 ഇയർ ടേമിലേക്ക് ഇലക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം കാനഡയുമായിട്ട് ഇതുവഴി കാനഡയുമായിട്ടുള്ള ബൈലാറ്ററൽ എൻഗേജ്മെന്റ്സ് UN-ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലാണ് എക്കോസോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ യുണൈറ്റഡ് നേഷൻസിന് 6 പ്രിൻസിപ്പൽ ഓർഗൻസ് ആണുള്ളത്, അതിലൊന്നാണ് എക്കോസോക്ക്. അപ്പോൾ ഇവർ സോഷ്യൽ ഫീൽഡിലും എക്കണോമിക് ഫീൽഡിലും നടക്കുന്ന പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. പോലാ നാർവീസ് എന്ന് പറയുന്നത് ചിലിയുടെ റെപ്രസെൻറ്റേറ്റീവ് ആണ്. ബോബ് റോ അപ്പോയിന്റ് ചെയ്യുന്നതിന് മുൻപ് ഇദ്ദേഹം റിട്ടയർ ആകും. നെക്സ്റ്റ്, ആന്ധ്രാപ്രദേശ് റിസീവ്സ് ജീവൻ ദാൻ അവാർഡ്. ആദ്യമായിട്ടാണ് ആന്ധ്രാപ്രദേശിന് ജീവൻ ദാൻ അവാർഡ് കിട്ടുന്നത്. മെയിനായിട്ട് ഓർഗൻ ഡൊണേഷൻ, അതുമായി ബന്ധപ്പെട്ട അവയർനെസ് ക്യാമ്പയിൻസ് നടത്തുക. ഈ ഒരു സർവീസിലെ റെക്കഗ്നേഷൻ്റെ ഭാഗമായിട്ടാണ് ജീവൻ ദാൻ അവാർഡ് കൊടുക്കുന്നത്. അപ്പോൾ ഈ അവാർഡ് എന്ന് പറയുന്നത് നാഷണൽ ഓർഗൻ ഡൊണേഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അവാർഡ് നൽകുന്നത്. നെക്സ്റ്റ്, ഇന്ത്യൻ നേവീസ് INS ഷാൽക്കി അറൈവ്സ് ഇൻ കൊളംബോ ഫോർ 2 ഡേ വിസിറ്റ്. അപ്പോൾ കൊളംബോ ശ്രീലങ്കയിലാണ്. അപ്പോൾ ശ്രീലങ്കയിൽ 2 ഡേ വിസിറ്റിന് വേണ്ടി ഇന്ത്യൻ സബ്മറൈൻ ആയിട്ടുള്ള INS ഷാൽക്കി പോയിട്ടുണ്ട്. അപ്പോൾ ഇത് 2 നേഷൻസും തമ്മിലുള്ള മാരിടൈം സെക്യൂരിറ്റി കോർപ്പറേഷൻ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. INS ഷാൽക്കി എന്ന് പറയുന്നത് ഷിഷുമർ ക്ലാസ് ഡീസൽ ഇലക്ട്രിക് സബ്മറൈൻ്റെ ഒരു ഭാഗമാണ്. ഇത് ഇന്ത്യൻ നേവിക്ക് കമ്മീഷൻ ചെയ്തത് February 7, 1992 അപ്പോൾ ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബിൽഡ് ചെയ്ത ഒരു സബ്മറൈൻ ആണ് INS ഷാൽക്കി. നെക്സ്റ്റ്, ഇന്ത്യ ടു ഹോസ്റ്റ് 3rd എഡിഷൻ ഓഫ് ഗ്ലോബൽ സൗത്ത് സബ്മിറ്റ്. അപ്പോൾ ഇന്ത്യ ഗ്ലോബൽ സൗത്ത് സബ്മിറ്റിൻ്റെ 3ാമത്തെ എഡിഷൻ ഹോസ്റ്റ് ചെയ്യാണ്. ഇതൊരു അറൗണ്ട് August 17 നടക്കാൻ പോകുന്നത്. ഈ സബ്മിറ്റ് എന്ന് പറയുന്നത് വിർച്വൽ മോഡിലാണ് നടക്കുക. അത് ചെയർ ചെയ്യുന്നത് PM മോദിജിയാണ്, നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ്. അപ്പോൾ ഇതിൽ വേറെ മിനിസ്ട്രിയൽ ലെവലിലുള്ള മീറ്റിംഗ്സ് ഒക്കെ ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് PM മോദിജി ഗ്ലോബൽ സൗത്ത് സെൻറ്റർ ഓഫ് എക്സലൻസ്, അതിനെ ദക്ഷിൺ എന്ന് വിളിക്കും. ദക്ഷിൺ എന്ന് പറഞ്ഞാൽ സൗത്ത് എന്നാണ് അർത്ഥം. അത്തരത്തിലൊരു ഗ്ലോബൽ സൗത്ത് സെൻറ്റർ ഓഫ് എക്സലൻസ് ഇനോഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവഴി ഗ്ലോബൽ സൗത്ത് കൺട്രീസിൻ്റെ കൊളാബറേഷൻസ് സ്ട്രോങ്ങർ ആക്കാനും ഇൻക്രീസ് ചെയ്യിക്കാനൊക്കെ സാധിക്കും. ഒഫീഷ്യലി ഈ സബ്മിറ്റിന്റെ പേര് സബ്മിറ്റ് ഓഫ് ദി ഗ്ലോബൽ സൗത്ത് എന്നാണ്. അപ്പോൾ ഇതിന്റെ ആദ്യത്തെ സബ്മിറ്റ് നടന്നത് January 2023 ആ സമയത്ത് ഇന്ത്യയുടെ G20 പ്രസിഡൻസി നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. 2nd എഡിഷൻ നടന്നത് November 2023 അപ്പോൾ ആദ്യത്തെ സബ്മിറ്റിന്റെ തീം എന്ന് പറയുന്നത് യൂണിറ്റി ഓഫ് വോയിസ്, യൂണിറ്റി ഓഫ് പർപ്പസ് എന്നുള്ളതായിരുന്നു. 2nd സബ്മിറ്റിന്റെ തീം എന്ന് പറയുന്നത് ടുഗദർ ഫോർ എവരിവൺസ് ഗ്രോത്ത് വിത്ത് എവരിവൺസ് ട്രസ്റ്റ് എന്നുള്ളതാണ്. നെക്സ്റ്റ്, യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ്സ് 8 നാഷണൽ ഹൈസ്പീഡ് റോഡ് കോറിഡോർസ്. അപ്പം നമ്മുടെ ഗവൺമെൻറ് 8 ഹൈസ്പീഡ് റോഡ് കോറിഡോർസിൻ്റെ പ്രൊജക്റ്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 936 കിലോമീറ്റർ ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് 50,655 crore ആണ് വരുന്നത്. അപ്പോൾ ഇതുവഴി നമ്മുടെ കൺട്രിയിലെ കണക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കാനും ലോജിസ്റ്റിക്സ് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യിക്കാനും സാധിക്കും. അപ്പോൾ ഈ 8 ഇമ്പോർട്ടൻറ്റ് പ്രൊജക്റ്റുകളുടെയും ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഏകദേശം 4.42 കോടി ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് വരാനുള്ള ചാൻസും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പം ഇതുവഴി ആഗ്ര, ഗ്വാളിയർ പോലുള്ള സ്ഥലങ്ങൾ, ആഗ്ര ടു ഗ്വാളിയർ ആ ഒരു പ്ലേസിലേക്കുള്ള ടൈം ട്രാവൽ ഏകദേശം ഒരു 50% റെഡ്യൂസ് ചെയ്യിക്കാൻ സാധിക്കും.
അതുപോലെ ഖരഗ്പൂർ മൊറേഗ്രാം കോറിഡോർ ഇതുവഴി വെസ്റ്റ് ബംഗാൾ നോർത്ത് ഈസ്റ്റ് പോലുള്ള സ്ഥലങ്ങളിലെ ഇക്കണോമി ഇൻക്രീസ് ചെയ്യിക്കാൻ സാധിക്കും. അതുപോലെ നമ്മുടെ കാൺപൂറിന്റെ അറൗണ്ട് ആയിട്ട് കുറെ ഹൈവേ നെറ്റ്വർക്ക് ഉണ്ട്. അവിടെ ശരിക്കും കൺജസ്റ്റഡ് ആയിട്ടാണ് ട്രാഫിക് പോകുന്നത്. അപ്പോൾ ആ ഒരു അതിനെ ഡീകൺജസ്റ്റഡ് ആക്കാൻ, അതായത് ആ കൺജഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാൺപൂർ റിംഗ് റോഡ് വരുന്നുണ്ട്. നെക്സ്റ്റ് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് ഇതിന്റെ എക്കണോമിക് ഗ്രോത്ത് ഒക്കെ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടി റായ്പൂർ റാഞ്ചി കോറിഡോർ വരുന്നുണ്ട്. അതുപോലെ തരാത്ത് അഹമ്മദാബാദിന് ബിറ്റ്വീൻ ഒരു ഹൈ സ്പീഡ് റോഡ് നെറ്റ്വർക്ക് വരുന്നുണ്ട്. ഇത് ഗുജറാത്തിലേക്കുള്ള പോർട്ട് കണക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ ഗുവാഹട്ടി റിംഗ് റോഡ് വരുന്നുണ്ട്. ഇത് നോർത്ത് ഈസ്റ്റ് റീജിയനിലേക്ക്, നമുക്കറിയാം നമ്മുടെ നോർത്ത് ഈസ്റ്റ് റീജിയനിലുള്ള സ്റ്റേറ്റ്സിലേക്കുള്ള കണക്ടിവിറ്റി കുറച്ച് കുറവാണ്. അപ്പോൾ അതിലേക്കുള്ള കണക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കാൻ ഇതുവഴി സാധിക്കും. അതുപോലെ അയോധ്യയിലേക്കുള്ള ട്രാവലിംഗ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാൻ ഇതുവഴി സാധിക്കും. അതുപോലെ 8 ലൈൻ ആണല്ലോ എലിവേറ്റഡ് ഫ്ലൈ ഓവർ കോറിഡോർ വരുന്നുണ്ട് പൂനെക്കും നാസിക്കിനും ഇടയിൽ. ഇത് ലോജിസ്റ്റിക്സ് നൈറ്റ്മെയർ എലിമിനേറ്റ് ചെയ്യിക്കാനും സഹായിക്കും. നെക്സ്റ്റ് ഗിർ സിറ്റി ടു ബി ലോഞ്ച്ഡ് ഇൻ ബാംഗ്ലൂരു ഓൺ August 23. അപ്പോൾ ഗിർ സിറ്റി എന്ന് പറയുന്നത് നോളജ് ഹെൽത്ത് ഇന്നോവേഷൻ റിസർച്ച് സിറ്റിയാണ്. ഇതൊരു അംബീഷ്യസ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ്, കർണാടക ഗവൺമെന്റിന്റെ ആണ്. ഇത് ആക്ച്വലി ഒരു 2000 ഏക്കർ ലാൻഡിലാണ് വരുന്നത്. കെമ്പഗോഡ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ആ ഭാഗത്തോ അവരുടെ ചുറ്റുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് വേൾഡ് ക്ലാസ് യൂണിവേഴ്സിറ്റീസ് വരും, ഹോസ്പിറ്റൽസ് വരും, ഇന്നോവേറ്റീവ് ഇൻഡസ്ട്രീസ് വരും, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വരും. അപ്പോൾ ഇതിന്റെ ഒരു എസ്റ്റിമേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 40,000 crores ആണ്. എൻഡിയർ പ്രൊജക്ട് എന്ന് പറയുന്നത് ഏകദേശം 50,000-ഓളം ജോബ് ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നാണ് കരുതുന്നത്. നെക്സ്റ്റ് ആഷ്മ കുമാരി കേസി ക്രൗണ്ട് അസ് മിസ് നേപ്പാൾ വേൾഡ് 2024. അപ്പം മിസ് നേപ്പാൾ വേൾഡ് 2024 ആഷ്മ കുമാരി കേസിക്കാണ് കിട്ടിയത്. 28ാമത്തെ ബ്യൂട്ടി പെഗിൻ എഡിഷൻ ആണ് ഇപ്പം നടന്നത്. അതുപോലെ സുമാന കേസി മിസ് നേപ്പാൾ എർത്ത് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. കരുണ റാവത്ത് മിസ് നേപ്പാൾ ഇന്റർനാഷണൽ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. നെക്സ്റ്റ് 6 August ഹിരോഷിമ ഡേ. അപ്പോൾ ഹിരോഷിമ ഡേ എന്ന് പറയുന്നത് ശരിക്കും ഒരു ട്രാജിക് ആനിവേഴ്സറി ആണ്. വേൾഡ് വാറിന്റെ സമയത്ത് 1945 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജപ്പാനിലെ ഹിരോഷിമയിൽ അറ്റോമിക് ബോംബ് വർഷിക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു ഡേ ആണ് 6 August എന്ന് പറയുന്നത്. ഈ ബോംബിങ്ങിന്റെ ഭാഗമായിട്ട് തൗസൻഡ്സ് ഓഫ് ആളുകൾക്ക് ഡെത്ത് സംഭവിച്ചു, സ്പോട്ടിൽ തന്നെ ഡെത്ത് സംഭവിച്ചു. ഇതൊരു ആറ്റോമിക് ബോംബ് ആയതുകൊണ്ട് ഇതിന്റെ റേഡിയേഷൻസിന്റെ എഫക്റ്റ് ഒക്കെ ജനറേഷൻ ടു ജനറേഷൻ പാസ് ചെയ്ത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഇഫക്ട്സ് ഇപ്പോഴും സർവൈവേഴ്സിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ August 6, 1945 അവരിട്ട ബോംബിന്റെ പേര്, അതിന്റെ നിക് നെയിം ലിറ്റിൽ ബോയ് എന്നാണ്. അത് ഏകദേശം ഹിരോഷിമയുടെ മുകളിൽ 600 മീറ്റർ മുകളിൽ വെച്ചത് എക്സ്പ്ലോഡ് ചെയ്യാണ് ചെയ്തത്. August 9, 1945 രണ്ടാമതൊരു ബോംബ് US ഇട്ടു. അതിന്റെ പേര് ഫാറ്റ് മാൻ എന്നാണ്. അതിട്ടത് നാഗസാക്കിയിലാണ്. ആദ്യമായിട്ടൊരു വാർഫെയറിൽ ന്യൂക്ലിയർ വെപ്പൺ യൂസ് ചെയ്തത് ഇവിടെയാണ്. ഇതുവഴി ജപ്പാനിന് വേൾഡ് വാറിൽ സറണ്ടർ ആവേണ്ടി വന്നു. ജപ്പാൻ August 15, 1945 സറണ്ടർ ആയി. ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് ടുഗദർ വിത്ത് ദ ഹിബാകുഷ ലെറ്റ് us achieve a nuclear weapon free, peaceful and just world for the future of humankind and our planet എന്നുള്ളതാണ്. നെക്സ്റ്റ് ബംഗ്ലാദേശ് PM ഷെയ്ഖ് ഹസീന റിസൈൻസ്. ഇപ്പോൾ മിലിറ്ററി ലീഡ് ചെയ്യുന്ന ആർമി ചീഫ് ജനറൽ വാക്കർ ഉസ് സമാനാണ് ഇപ്പോൾ കൺട്രോൾ ഏറ്റെടുത്തിരിക്കുന്നത്. അദ്ദേഹമാണ് ഒരു ഇന്ററിം ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ററിം ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ താൽക്കാലിക ഗവൺമെന്റ്. ഇലക്ഷൻസ് നടക്കുന്നത് വരെ അദ്ദേഹമാണ് കാര്യങ്ങളെല്ലാം നോക്കുക. ഇനി ഇതിന്റെ കാരണം എന്താണെന്ന്, അതായത് ബംഗ്ലാദേശ് PM ഷെയ്ഖ് ഹസീന റിസൈൻ ചെയ്യാനുള്ള കാരണമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. The students had originally demanded the removal of quota system that reserves 30% of government jobs for the family of people who fought for independence from Pakistan in 1971. 1971 ബംഗ്ലാദേശിന് പാകിസ്ഥാനിൽ നിന്ന് ഇൻഡിപെൻഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ച ആളുകളുടെ ഫാമിലി മെമ്പേഴ്സിന് 30% കോട്ട ഗവൺമെന്റ് ജോബിൽ നൽകുക എന്ന് പറയുന്ന ആ ഒരു സംവിധാനം റിമൂവ് ചെയ്യണമെന്ന് സ്റ്റുഡൻസ് ആവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ ഈ കോട്ട 2018 അബോളിഷ് ചെയ്തു. പക്ഷെ പിന്നീട് ഹൈക്കോർട്ട് ഈ മന്ത് റീ ഇൻസ്റ്റേറ്റഡ് ബൈ ഹൈക്കോർട്ട് ദിസ് മന്ത്. അപ്പോൾ പിന്നീട് ന്യൂ റൂളിംഗ് ഓൺ കോട്ട വന്നു. സുപ്രീം കോടതി ലാസ്റ്റ് വീക്കിൽ അതും പോസ് ചെയ്തു. പക്ഷെ സ്റ്റുഡൻസ് പറയുന്നത് അത് ഇപ്പോഴും സ്റ്റുഡൻസ് ആ ഒരു പ്രൊട്ടസ്റ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് പെർമനന്റ്ലി ഓവർടേൺ ചെയ്യുന്നവരെ, അതായത് പെർമനന്റ്ലി അത് ഇല്ലാതാക്കുന്നവരെ അവരവരുടെ പ്രൊട്ടസ്റ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രൊട്ടസ്റ്റ് പിന്നീട് വയലന്റ് ആയി. അങ്ങനെ
ബംഗ്ലാദേശ് ഛത്ര ലീഗിലെ ആംഡ് മെമ്പേഴ്സും സ്റ്റുഡൻസ് വിങ് ഓഫ് ഗവർണിംഗ് പാർട്ടിയുടെ സ്റ്റുഡൻസ് വിങ് ആയിട്ടുള്ള അവാമി ലീഗ് പാർട്ടിയുടെ സ്റ്റുഡൻസും കൂടെ പ്രൊട്ടസ്റ്റിംഗ് സ്റ്റുഡൻസിനെ അറ്റാക്ക് ചെയ്തു. അങ്ങനെ ഗവൺമെന്റിന്റെ അത് ആകെ ഒരു വയലന്റ് ആയിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് മാറി. ഗവൺമെന്റ് അലീഗ്സ് ദാറ്റ് ദ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ആൻഡ് ദ നൗ ബാൻഡ് ജമാഅത്ത് ഇ ഇസ്ലാമി ഈസ് ബിഹൈൻഡ് ദ അജിറ്റേഷൻ. അപ്പോൾ ഗവൺമെന്റ് പറയുന്നത് ഈ ഒരു അജിറ്റേഷന്റെ പുറകിൽ ബാൻ ചെയ്യപ്പെട്ട ജമാഅത്ത് ഇ ഇസ്ലാമി എന്ന് പറയുന്ന പാർട്ടിയും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുമാണെന്നാണ് പറയുന്നത്. ഏതായാലും അവിടുത്തെ PM റിസൈൻ ചെയ്യേണ്ടി വന്നു. അവിടെ ഇപ്പോൾ വലിയൊരു പ്രോബ്ലം നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ്, പ്രസിഡന്റ് ദ്രൗപദി മുർമു അറൈവ്സ് ഇൻ ഫിജി ഓൺ 2-day ഒഫീഷ്യൽ വിസിറ്റ്. അപ്പോൾ പ്രസിഡന്റ് ദ്രൗപദി മുർമു നാദി എന്ന് പറയുന്നത് റിപ്പബ്ലിക് ഓഫ് ഫിജിയിലുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരു 2-day ഒഫീഷ്യൽ വിസിറ്റിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഫിജിയിലേക്ക് പോകുന്നത്. പ്രസിഡന്റ് മുർമു എന്ന് പറയുന്നത് ഒരു ബൈലാറ്ററൽ മീറ്റിംഗ് ആണ് ഹോൾഡ് ചെയ്യുന്നത് വിത്ത് പ്രസിഡന്റ് ഓഫ് ഫിജി. ഫിജിയുടെ പ്രസിഡന്റ് വില്യം കത്തോനിവേറയാണ്. പ്രൈം മിനിസ്റ്റർ സിദിവേനി റബൂക്കയാണ്. പ്രസിഡന്റ് ഫിജിയൻ പാർലമെന്റിനെ അഡ്രസ് ചെയ്യുന്നുണ്ട്. ഒരു കമ്മ്യൂണിറ്റി റിസപ്ഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ അവിടെ സുവ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഗാന്ധി മെമ്മോറിയൽ കോളേജ് ഉണ്ട്. അത് നമ്മുടെ പ്രസിഡന്റ് വിസിറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ ശ്രീ ശിവസുബ്രഹ്മണ്യ സ്വാമി ടെമ്പിൾ ഉണ്ട് നാദിയിൽ. അതും നമ്മുടെ പ്രസിഡന്റ് വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വിസിറ്റ് എന്ന് പറയുന്നത് ഇന്ത്യ ആ ഒരു ഫിജി എന്ന് പറയുന്ന ഐലൻഡ് നേഷനുമായിട്ട് ഒരു ഹിസ്റ്റോറിക് ടൈ കീപ്പ് ചെയ്യുന്നുണ്ട്. അതൊന്ന് ഇൻക്രീസ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എയിം. ഫിജിയുടെ ക്യാപിറ്റൽ സുവയാണ്. കറൻസി ഫിജിയൻ ഡോളറാണ്. നെക്സ്റ്റ്, ഗവൺമെന്റ് റിലീസസ് സെറ്റ് ഓഫ് 4 commemorative postage stamps to celebrate 33rd Olympics Games going on in Paris. ഇപ്പോൾ പാരീസിൽ 33ാമത്തെ ഒളിമ്പിക്സ് ഗെയിംസ് ആണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു 4 പോസ്റ്റേജ് സ്റ്റാമ്പ്സ് ഇറക്കിയിട്ടുണ്ട്. ഇത് ഇറക്കിയിരിക്കുന്നത് മിനിസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ജ്യോതിരഥീയ സിന്ധ്യ, അതുപോലെ മിനിസ്റ്റർ ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ഡോക്ടർ മൻസൂഖ് മന്ദാവിയും കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ ഈ സ്റ്റാമ്പ് എന്ന് പറയുന്നത് ജാവലിൻ ത്രോ, ഫീൽഡ് ഹോക്കി, സെയിലിംഗ്, ടേബിൾ ടെന്നീസ് പോലുള്ള സ്പോർട്സ് അതിനകത്ത് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. 117 പ്ലെയേഴ്സ് നമ്മുടെ ഒളിമ്പിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ 29 പ്ലെയേഴ്സ് നമ്മുടെ ഗേലോ ഇന്ത്യയിൽ നിന്നുള്ള പ്ലെയേഴ്സാണ്. നെക്സ്റ്റ്, ഡബിൾ ഒളിമ്പിക് മെഡലിസ്റ്റ് മനു ഭാക്കർ ടു ബി ഇന്ത്യസ് ഫ്ലാഗ് ബിയറർ അറ്റ് ക്ലോസിംഗ് സെറമണി ഇൻ പാരീസ്. അപ്പോൾ നമ്മുടെ ഡബിൾ ഒളിമ്പിക് മെഡലിസ്റ്റ്, ഇപ്പോൾ പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സിൽ ഡബിൾ മെഡൽ കിട്ടിയ ആളാണ് മനു ഭാക്കർ. അവർ ഒളിമ്പിക്സിന്റെ 2024 ക്ലോസിംഗ് സെറമണി, അത് ഓഗസ്റ്റ് 11-നാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇന്ത്യയുടെ ഫ്ലാഗ് ബിയർ ചെയ്യുന്നത് മനു ഭാക്കർ ആയിരിക്കും. അപ്പോൾ ഭാക്കർ എന്ന് പറയുന്നത് പാരീസിൽ ഒരു ഹിസ്റ്ററി തന്നെയാണ് ഉണ്ടാക്കിയത്. അവർ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ 2 ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ഒരു ഇന്ത്യൻ ആയിട്ട് മാറി. കൂടാതെ ഇന്ത്യൻ ഷൂട്ടർ, ഫീമെയിൽ ഷൂട്ടർ, ആദ്യമായിട്ട് ഒളിമ്പിക് മെഡൽ നേടുന്ന ഫസ്റ്റ് എവർ ഫീമെയിൽ ഇന്ത്യൻ ഷൂട്ടറുമായിട്ട് ഭാക്കർ മാറിയിരിക്കുകയാണ്. നെക്സ്റ്റ്, നൊവാക് ജോക്കോവിക് ക്ലിഞ്ചസ് ഫസ്റ്റ് ഒളിമ്പിക് ഗോൾഡ് മെഡൽ അറ്റ് ദ പാരീസ് 2024 ഒളിമ്പിക്സ്. നൊവാക് ജോക്കോവിക് എന്ന് പറയുന്നത് ആദ്യത്തെ ഒളിമ്പിക് ഗോൾഡ് മെഡലാണ് നേടുന്നത്. കാർലോസ് അൽക്കാരാസിനെ മെൻസ് ടെന്നീസ് സിംഗിൾ ഫൈനലിൽ ബീറ്റ് ചെയ്തുകൊണ്ടാണ് അവർ ഈ ഒരു നേട്ടം നേടിയത്. ജോക്കോവിക് എന്ന് പറയുന്നത് വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള കാരിയർ ഉള്ള ഒരാളാണ്. അതായത് മെൻസ് റെക്കോർഡിൽ 24 ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽസ് ഉണ്ട്. മോസ്റ്റ് വീക്സിലും അദ്ദേഹം നമ്പർ 1 താരമായിരുന്നു. ആൻഡ് ഹി ഹാഡ് വോൺ 2008 സമ്മർ ഒളിമ്പിക്സ് ബ്രോൺസ്. ഇപ്പോൾ ജോക്കോവിക് എന്ന് പറയുന്നത് ശരിക്കും സ്പെയിനിന്റെ അൽക്കാരാസ് എന്ന് പറയുന്ന ഒരു ആള് ഇത് വിൻ ചെയ്യുമായിരുന്നെങ്കിൽ യങ്ങസ്റ്റ് ആയിട്ടുള്ള പ്ലെയർ ആയിട്ട് മാറുമായിരുന്നു. അതിനെ മറികടന്നുകൊണ്ട് ഓൾഡസ്റ്റ് ആയിട്ടുള്ള മാൻ ആയിട്ട് ജോക്കോവിക് മാറി. അതായത് 1908 ഇൻ ഹിസ് സ്പോർട്സ് സിൻസ്, അതായത് 1908 അദ്ദേഹം തുടങ്ങിയത് മുതൽ ഇതുവരെ ഉള്ളതിൽ വെച്ച് ഇത്തരത്തിൽ സിംഗിൾസിൽ ഗോൾഡ് നേടുന്ന ഓൾഡസ്റ്റ് മാൻ ആയിട്ട് ജോക്കോവിക് മാറി. അപ്പോൾ ഈ വിക്ടറി allowed him to join Andre Agassi, Rafael Nadal, Steffi Graf and Serena Williams as the only players to win all 4 Grand Slam tournaments and Olympic singles gold. അപ്പോൾ ഇതിനു മുൻപ് ഒളിമ്പിക് സിംഗിൾസ് ഗോൾഡ് നേടുകയും 4 ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ്സ് വിൻ ചെയ്യുകയും ചെയ്ത ആൻഡ്രെ അഗാസി, റാഫേൽ നദാൽ, സ്റ്റെഫി ഗ്രാഫ് ആൻഡ് സെറീന വില്യംസ് 4 പേരാണുള്ളത്. ആ ഗ്രൂപ്പിലേക്ക് ജോക്കോവിക്കും കൂടെ ഇൻക്ലൂഡ് ആയിരിക്കുകയാണ്. നെക്സ്റ്റ്, ഫോമർ ഇംഗ്ലണ്ട് ബാറ്റർ ഗ്രഹാം തോർപ്പെ പാസസ് അവേ. ഫോർമർ ഇംഗ്ലണ്ട് ബാറ്റർ ആൻഡ് കോച്ച് ആയിട്ടുള്ള ഗ്രഹാം തോർപ്പെ മരിച്ചു. അദ്ദേഹം 100 ടെസ്റ്റ് ഇംഗ്ലണ്ടിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. 16 സെഞ്ചുറിയാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. അദ്ദേഹം 2005-ലാണ് റിട്ടയർ ആയത്. നെക്സ്റ്റ്, ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസർ ഡോക്ടർ യാമിനി കൃഷ്ണമൂർത്തി പാസ്ഡ് അവേ അറ്റ് ദ ഏജ് ഓഫ് 84. അപ്പോൾ യാമിനി കൃഷ്ണമൂർത്തി എന്ന് പറയുന്നത്
ഭരതനാട്യത്തിലും കുച്ചിപ്പുടിയിലും അൺപാരൽഡ് ആയിട്ടുള്ള ടാലന്റ് ഡിസ്പ്ലേ ചെയ്ത ഒരാളാണ്. 84-ാമത്തെ വയസ്സിലാണ് അവർ മരിക്കുന്നത്. അവർക്ക് 1968 പത്മശ്രീ നൽകി, 2001 പത്മഭൂഷൺ കിട്ടി, അതുപോലെ 2016 വീണ്ടും പത്മവിഭൂഷൺ കിട്ടി. ഇതൊക്കെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്സ് ആണ് ഇന്ത്യയിലെ. അതുപോലെ സംഗീത നാടക അക്കാദമി അവാർഡ് 1977 അവർക്ക് ലഭിച്ചിരുന്നു. ഡിസംബർ 20, 1940 മാദനപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അത് ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു സ്ഥലമാണ്, അവിടെയാണ് അവർ ജനിച്ചത്. അവരുടെ ഒരു ഓട്ടോബയോഗ്രഫി അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേര് പാഷൻ ഫോർ ഡാൻസ് ആണ്. 1995 അത് പബ്ലിഷ് ചെയ്യപ്പെട്ടത്. നെക്സ്റ്റ്, PM നരേന്ദ്രമോദിജി ഹെയിൽസ് റെക്കോർഡ് ഗ്യാസ് പ്രൊഡക്ഷൻ ഇൻ കൺട്രി. അപ്പം നമ്മുടെ എനർജി ഫീൽഡിലുള്ള ഒരു സെൽഫ് റിലയൻസ് ആണ് ഇത് കാണിക്കുന്നത്. അതായത് വികസിത് ഭാരത് ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണിത്. ഗ്യാസ് പ്രൊഡക്ഷൻ 2020-21 28.7 BCM ആയിരുന്നു. അതിപ്പോൾ 2023-24 ഫിനാൻഷ്യൽ ഇയറിൽ അത് 36.43 ആയിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പം കൺട്രി എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇയർ 2026 എത്തുമ്പോഴത്തേക്കും ഈ പ്രൊഡക്ഷൻ 45.3 BCM ഗ്യാസ് പ്രൊഡക്ഷൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. യൂണിയൻ പെട്രോൾ ആൻഡ് നാച്ചുറൽ ഗ്യാസ് മിനിസ്റ്റർ ഹർദീപ് സിംഗ് പൂരിയാണ് ഈ ഒരു ഡാറ്റ പുറത്തുവിട്ടത്. നെക്സ്റ്റ്, CDS General Anil Chauhan chaired an apex level tri-service financial conference in New Delhi. അപ്പോൾ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫാണ് ജനറൽ അനിൽ ചൗഹാൻ. അദ്ദേഹം ട്രൈ സർവീസ് ഫിനാൻഷ്യൽ കോൺഫറൻസിന്റെ ഒരു അപെക്സ് ലെവൽ മീറ്റിംഗ് നടന്നപ്പോൾ അതിന് ചെയർ ചെയ്തു. അത് 5 ഓഗസ്റ്റിനാണ് നടന്നത് ന്യൂഡൽഹിയിൽ വെച്ചിട്ട്. ഈ കോൺഫറൻസിന്റെ എയിം എന്ന് പറയുന്നത് ആംഡ് ഫോഴ്സസിൽ ഉള്ള ഫിനാൻഷ്യൽ ഇഷ്യൂസ് അതൊക്കെ എങ്ങനെ അതിനെ പരിഹരിക്കാം, അതുപോലെ അതാണ് മെയിൻ എയിം. ഇതിനകത്ത് സീനിയർ ആയിട്ടുള്ള കുറേ ഓഫീഷ്യൽസ്, മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നൊക്കെയുള്ള കുറേ ഓഫീസേഴ്സ് പങ്കെടുത്തു. കൺട്രോളർ ജനറൽ ഡിഫൻസ് അക്കൗണ്ട്സ് ഒക്കെ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. നെക്സ്റ്റ്, ശിവാലിക് വിൻസ് നാവൽ ഗൺഫയർ സപ്പോർട്ട് കോമ്പറ്റീഷൻ അറ്റ് റിംപാക് 2024. അപ്പോൾ INS ശിവാലിക് ഓഫ് ദി ഈസ്റ്റേൺ ഫ്ലീറ്റ് ഹാസ് എമേർജ്ഡ് വിക്ടോറിയസ് ഇൻ ദ നേവൽ ഗൺഫയർ സപ്പോർട്ട് കോമ്പറ്റീഷൻ at the Rim of Pacific Exercise 2024, Impact 2024, held in Hawaii and won the coveted Rodeo Trophy. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ INS ശിവാലിക്കിന് നേവൽ ഗൺഫെയർ സപ്പോർട്ട് കോമ്പറ്റീഷൻ വിൻ ചെയ്തിരിക്കുകയാണ്. ഇത് റിം ഓഫ് ദി പസഫിക് എക്സസൈസ് 2024, അതായത് റിംപാക് 2024ന്റെ ഭാഗമായിട്ടാണ് നടന്നത്. റിംപാക് നടന്നത് ഹവായിലാണ്. അപ്പോൾ ഈ ഇവന്റ് എന്ന് പറയുന്നത് 25 പാർട്ണർ നേഷൻസ് ആണ് അതിനകത്ത് ഫീച്ചർ ചെയ്യപ്പെട്ടത്. അപ്പോൾ ഈ റിം ഓഫ് ദി പസഫിക് എക്സസൈസ് റിംപാക് എന്താണെന്ന് നോക്കാം. 29th ബൈനിയൽ എക്സസൈസ് ഓഫ് റിം ഓഫ് ദി പസഫിക് ആണ് ഇപ്പം നടക്കുന്നത്. ഇതൊരു മൾട്ടിനാഷണൽ എക്സസൈസ് ആണ്. ഇതിനകത്ത് 29 നേഷൻസ് ആണ് വരുന്നത്. ഏകദേശം 25,000-ഓളം പേഴ്സൺസ് വരും. ജൂൺ 27 മുതൽ ഓഗസ്റ്റ് 1 വരെയാണ് നടന്നത്. ഇത് ഹവാരിയൻ ഐലൻഡ്സിൽ വെച്ചിട്ടാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ലാർജസ്റ്റ് ബൈനിയൽ മൾട്ടിലാറ്ററൽ നേവൽ എക്സസൈസ് ആണ്. ഇത് ലീഡ് ചെയ്യുന്നത് US ആണ്. ഇപ്പോൾ റിംപാക് 1971 സ്റ്റാർട്ട് ചെയ്തത്. ഒരു ആനുവൽ എക്സസൈസ് ആണ്. US, ഓസ്ട്രേലിയയും കാനഡയും തമ്മിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ 1974 ആയപ്പോൾ ഇതൊരു മാരിടൈം എക്സസൈസ് ആയി. ഇത് ബൈനിയൽ ഇവന്റ് ആയി. ഇന്ത്യ റിംപാക്കിൽ 2014 ആദ്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. INS സഹ്യാദ്രി എന്ന് പറയുന്ന ഒരു ഇന്ത്യയിൽ നിന്നുള്ള ഒന്നാണ് ആദ്യമായിട്ട് അന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് ഇന്റഗ്രേറ്റഡ് ആൻഡ് പ്രിപ്പയർഡ് എന്നുള്ളതാണ്. ഇനി INS ശിവാലിക് എന്താണെന്ന് കൂടെ നോക്കാം. ഇതൊരു ഫസ്റ്റ് സ്റ്റീൽത്ത് വാർഷിപ്പ് ആണ്. ഇന്ത്യയിലാണ് ബിൽഡ് ചെയ്തത്. അപ്പം ഇത് മാസഗോൺ ഡോക്ക് ലിമിറ്റഡ് ആണ് ബിൽഡ് ചെയ്തത്. മുംബൈയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് ഈ MTL എന്ന് പറയുന്നത്. ഇന്ത്യൻ നേവിക്ക് ഇത് കമ്മീഷൻ ചെയ്തത് April 29, 2010 നെക്സ്റ്റ്, ബുക്ക് ഓൺ സൗത്ത് ഏഷ്യൻ മൈഗ്രേഷൻ ടു ബി റിലീസ്ഡ് സൂൺ. അപ്പോൾ ബുക്കിന്റെ ടൈറ്റില് സൗത്ത് ഏഷ്യ മൈഗ്രേഷൻ റിപ്പോർട്ട് 2024 റെമിറ്റൻസസ്, റിസൈലൻസ് ആൻഡ് റീഹാബിലേഷൻ എന്നുള്ളതാണ്. അപ്പം ഇത് സൂൺ ലോഞ്ച് ചെയ്യാൻ പോവാണ്. മൈഗ്രൻസിന്റെ മൊബിലിറ്റി, അതിന്റെ ഫ്രീഡം, ഇതൊക്കെ ആർഗ്യൂ ചെയ്യുന്ന രീതിയിലുള്ളൊരു ബുക്കാണിത്. മെയിനായിട്ട് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ കൺട്രീസിനകത്ത് വരുന്ന മൈഗ്രൻസിനെ കുറിച്ചാണ് എടുത്ത് പറയുന്നത്. അപ്പോൾ എഡിറ്റഡ് ബൈ മൈഗ്രേഷൻ എക്സ്പെർട്ട് S. ഇരുധയ രാജൻ, ചെയർ ഓഫ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഇന്ത്യ. ഇന്ത്യയിൽ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റിന്റെ ചെയർ ആയിട്ടുള്ള S. ഇരുധയ രാജനാണ് ഈ ഒരു മൈഗ്രേഷൻ റിപ്പോർട്ട് എഡിറ്റ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഈ ബുക്കിനകത്ത് മൈഗ്രേഷൻ പാറ്റേൺസ്, അതായത് സാർക്ക് കൺട്രീസിൽ നടക്കുന്ന മൈഗ്രേഷൻ പാറ്റേൺസ് പറയുന്നുണ്ട്. പിന്നെ ക്ലൈമറ്റ് മൈഗ്രേഷനെ കുറിച്ചും മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ COVID-19 ആളുകളുടെ മൂവ്മെന്റിൽ ഈ ഒരു മൈഗ്രേഷനിൽ എങ്ങനെയാണ് COVID-19 ഇമ്പാക്ട് ചെലുത്തിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. Mr. Rajan pointed to the absence of a common currency for members of SAARC unlike members of the European Union. അപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട് യൂറോപ്യൻ യൂണിയനിലെ മെമ്പേഴ്സിനെല്ലാം ഒരു കോമൺ കറൻസിയാണ്, പക്ഷേ ഇവിടെ സാർക്ക് മെമ്പേഴ്സിനകത്ത് കോമൺ കറൻസി ആബ്സെന്റ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. വെൻ സൗത്ത് ഏഷ്യ വാണ്ട്സ് ടു എമർജ് എസ് എ ബിഗ് എക്കണോമി ഇറ്റ് ഷുഡ് ഹാവ് എ കോമൺ കറൻസി. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് സൗത്ത് ഏഷ്യ ഒരു വലിയ എക്കണോമി ആയിട്ട് മാറണമെങ്കിൽ അതിനൊരു കോമൺ കറൻസി വേണം എന്നൊക്കെ അദ്ദേഹം ഈ ഒരു റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. നെക്സ്റ്റ്, വീരസാറ്റ് 10th നാഷണൽ ഹാൻഡ്ലൂം ഡേ ബിഗിൻസ് അറ്റ് ഹാൻഡ്ലൂം ഹാറ്റ് ന്യൂ ഡൽഹി. ഇപ്പോൾ ടെക്സ്റ്റൈൽ മിനിസ്ട്രി ആണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. 4 നൈറ്റ് ലോങ് എക്സിബിഷൻ ആണ് വീരസാത്ത്. ഇത് 10th നാഷണൽ ഹാൻഡ്ലൂം ഡേ സെലിബ്രേഷന്റെ ഭാഗമായിട്ടാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം നാഷണൽ ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽ മിനിസ്ട്രിയുടെ ഒരു ആമാണ് ഈ ഹാൻഡ്ലൂം എക്സ്പോ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ നാഷണൽ ഹാൻഡ്ലൂം ഡേ എന്ന് പറയുന്നത് 2015 7th ഓഗസ്റ്റിന് PM നരേന്ദ്രമോദിജി ചെന്നൈയിൽ വെച്ചിട്ടാണ് അത് ഇനോഗ്രേറ്റ് ചെയ്തത്. നെക്സ്റ്റ്, ഡോപ്ലർ റഡാർ ടു ബി ഇൻസ്റ്റാൾഡ് ഇൻ ലഹോൾ സ്പിത്തി ഫോർ വെതർ ഫോർകാസ്റ്റിംഗ്. അപ്പോൾ ഒരു എക്സ് ബാൻഡ് ഡോപ്ലർ വെതർ റഡാർ ലാഹോൾ സ്പിത്തി ഹിമാചൽ പ്രദേശിലുള്ള ഒരു സ്ഥലമാണ്, അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. ഡിസംബർ 2025 ആകുമ്പോഴത്തേക്ക് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യും. ഇത് വെതർ ഫോർകാസ്റ്റിംഗ് എൻഹാൻസ് ചെയ്യാൻ സഹായിക്കും. ഈ ഒരു റീജിയനിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റിനും സഹായിക്കും. കറന്റ്ലി 3 ഡോപ്ലർ റഡാർസ് ഹിമാചൽ പ്രദേശിൽ ഓപ്പറേഷനിലാണ്. അതിന്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ 13.87 കോടി രൂപയാണ് ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ടും ഓപ്പറേഷന് വേണ്ടിയിട്ടും. അപ്പം ന്യൂ റഡാർ എന്ന് പറയുന്നത് വെതറിനെ കുറിച്ചും പൊട്ടൻഷ്യൽ ഡിസാസ്റ്റേഴ്സിനെ കുറിച്ചും അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ പ്രൊവൈഡ് ചെയ്യും. ഈ റഡാർ എന്ന് പറയുന്നത് റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് ആണ്. ഇതൊരു ഡിവൈസ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് ഇവർ യൂസ് ചെയ്തത്. which uses electromagnetic waves in the microwaves region to detect location, altitude, intensity and movement of moving and non-moving objects. Moving ഉം non-moving ആയിട്ടുള്ള ഒബ്ജക്ട്സിന്റെ ലൊക്കേഷൻ, ആൾട്ടിറ്റ്യൂഡ്, ഇന്റൻസിറ്റി, മൂവ്മെന്റ് ഇതെല്ലാം ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്നത്. ഇനി ഡോപ്ലർ റഡാർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള റഡാർ ആണ്. അതായത് ഡോപ്ലർ ഇഫക്റ്റ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത് ടു പ്രൊഡ്യൂസ് വെലോസിറ്റി ഡാറ്റ അബൌട്ട് ഒബ്ജക്ട്സ് അറ്റ് എ ഡിസ്റ്റൻസ്. ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ഒബ്ജക്ട്സിന്റെ വെലോസിറ്റി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി ഡോപ്ലർ എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ വെൻ ദ സോഴ്സ് ആൻഡ് ദ സിഗ്നൽ ആർ ഇൻ റിലേറ്റീവ് മോഷൻ ടു ഈച്ച് അതർ ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ ഫ്രീക്വൻസി ഒബ്സർവ്ഡ് ബൈ ദ ഒബ്സർവർ. അപ്പോൾ ഒരു സോഴ്സും ഒരു സിഗ്നലും റിലേറ്റീവ് മോഷനിലാണെങ്കിൽ അവരുടെ ചേഞ്ച് ഇൻ ദ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു ഒബ്സർവറിൽ ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ ഫ്രീക്വൻസി ഒബ്സർവ്ഡ് ബൈ ദ ഒബ്സർവർ. ഒരു ഒബ്സർവർ, ഒരു കാണുന്ന ആള് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഫ്രീക്വൻസിയിൽ ചേഞ്ച് ഉള്ളതായിട്ട് തോന്നും. ഇഫ് ദേ ആർ മൂവിങ് ക്ലോസർ ഫ്രീക്വൻസി ഇൻക്രീസസ് ആൻഡ് വൈസ് വേഴ്സ. അവർ ക്ലോസർ ആയിട്ട് മൂവ് ചെയ്യുവാണെങ്കിൽ, അവർ അടുത്തടുത്ത് വരുവാണെങ്കിൽ ഫ്രീക്വൻസി ഇൻക്രീസ് ആകും. ദൂരെ പോവുകയാണെങ്കിൽ ഫ്രീക്വൻസി ഡിക്രീസ് ആകും. അപ്പോൾ ഈ ഒരു എഫക്റ്റ് ആണ് ഡോപ്ലർ റഡാറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡോപ്ലർ റഡാർ എന്ന് പറയുന്നത് വേരിയിങ് ഫ്രീക്വൻസി ആയിട്ടുള്ള ഇതുണ്ട്. എസ് ബാൻഡ്, സി ബാൻഡ്, എക്സ് ബാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കോമൺലി ഇതൊക്കെയാണ് IMD യൂസ് ചെയ്യുന്നത്, ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. മെയിനായിട്ട് വെതർ സിസ്റ്റത്തിൽ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മൂവ്മെന്റ് ഡിറ്റക്ട് ചെയ്യാനാണ്, ക്ലൗഡ് ബാൻഡ് അറിയാൻ വേണ്ടിയിട്ട്, റെയിൻഫോൾ അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഇതിൻ്റെ ഒരു കവറേജ് ഏരിയ എന്ന് പറയുന്നത് ഒരു 500 കിലോമീറ്റർ ആണ്. ഇനി എക്സ്പാൻഡ് റഡാർ എന്താണെന്ന് കൂടെ നോക്കാം. ഇത് 2.5 to 4 സെന്റിമീറ്റർ വേവ് ലെങ്ത്തിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഫ്രീക്വൻസി ആണെങ്കിൽ 8 to 12 ഹെഡ്സ് ആണ്, ഗിഗാ ഹെഡ്സ് ആണ്. ഇപ്പം സ്മോളർ വേവ് ലെങ്ത് ആയതുകൊണ്ട് എക്സ്പാൻഡ് റഡാർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ സെൻസിറ്റീവ് ആണ്. അതിന് സ്മോളർ പാർട്ടിക്കിൾസിനെ വരെ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. ഇത് തണ്ടർ സ്റ്റോംസിനും ലൈറ്റ്നിങ്ങിനെയൊക്കെ ഡിറ്റക്ട് ചെയ്യാനും യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഗവൺമെന്റ് ഡിക്ലെയർസ് അടിച്ചു ചാങ്കിരി ഇൻ കർണാടക ആൻഡ് ചൂലന്നൂർ ഇൻ കേരള എ പീകോക്ക് സാങ്ച്വറി. ഇപ്പോൾ യൂണിയൻ മിനിസ്റ്റർ ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് മിസ്റ്റർ ഭൂപേന്ദ്ര യാദവ് ആണ് സെൻട്രൽ ഗവൺമെന്റിനോട് അടിച്ചു ചനങ്കിരി എന്ന് പറയുന്നത് കർണാടകയിലുള്ള ഒരു സ്ഥലമാണ്, ചൂലന്നൂർ എന്ന് പറയുന്നത് കേരളത്തിലുള്ള സ്ഥലമാണ്. ഇതിനെ രണ്ടിനും പീകോക്ക് സാങ്ച്വറി ആയിട്ട് ഡിക്ലെയർ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ നാഷണൽ ബേർഡാണ് പീകോക്ക്. അപ്പോൾ അതിനെ കൺസേർവ് ചെയ്തത് നമുക്ക് ഒരുപാട് മെഷേഴ്സ് എടുക്കേണ്ടി വരും.
അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ ബ്രീഡിങ്ങും കൺസർവേഷൻ സെൻറ്റേഴ്സും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പീകോക്ക് സാങ്ച്വറി കൊണ്ടുവരണം എന്ന് അദ്ദേഹം സെൻട്രൽ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടിച്ചുൻ ചങ്കരി പീകോക്ക് സാങ്ച്വറി എന്ന് പറയുന്നത് സിറ്റുവേറ്റ് ചെയ്യുന്നത് നാഗമംഗല താലൂക്ക് ഓഫ് മധ്യ ഡിസ്ട്രിക്റ്റിലാണ്. ഇത് 1981 ആദ്യമായിട്ട് നോട്ടിഫൈ ചെയ്തത്. ഫൈനലി ഡിക്ലെയർ ചെയ്യുന്നത് 1999 ചൂലന്നൂർ പീ ഫൗൾ സാങ്ച്വറി മയിലാടും പാറ എന്നാണ് അത് മലയാളത്തിൽ പറയാം. അത് ലോക്കലി പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് ഉള്ളത്. ഇത് പീകോക്ക് സാങ്ച്വറി ആയിട്ട് 1996 ഡിക്ലെയർ ചെയ്തത്. നെക്സ്റ്റ്, ജാർഖണ്ഡ് ലോഞ്ചസ് മുഖ്യമന്ത്രി മയാൻ സമ്മാൻ യോജന ഫോർ വുമൺ. മുഖ്യമന്ത്രി മയാൻ സമ്മാൻ യോജന എന്ന് പറയുന്നത് ഏറിയർ ജാർഖണ്ഡ് ബേഹൻ ബേട്ടി സ്വലംഭൻ പ്രോത്സാഹൻ യോജന എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇതൊരു ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ DPT സ്കീമാണ്. വുമൺ ബെനിഫിഷ്യറീസിനാണ് കൊടുക്കുന്നത്. പെർ മന്ത് 1000 രൂപ അവർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും ഫ്രം ദി സ്റ്റേറ്റ് ഗവൺമെന്റ് ഡയറക്ട്ലി ടു ദെയർ ബാങ്ക് അക്കൗണ്ട്. ഇപ്പം ചീഫ് മിനിസ്റ്റർ ഹേമന്ത് സോറൻ ആണ്. അതുപോലെ സ്റ്റേറ്റ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്റ്റർ ബേബി ദേവിയും കൂടെ ചേർന്നിട്ടാണ് ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് 16 ഓഗസ്റ്റ് 2024 ബെനിഫിഷ്യറിയുടെ അക്കൗണ്ടിലേക്ക് കൊടുത്തത്. അപ്പൊ 21 മുതൽ 50 ഇയേഴ്സ് ഏജിലുള്ള വുമൺസ് ആണ് ഇതിന് എലിജിബിൾ ആയിരിക്കുന്നത്. ഇപ്പൊ ബെനിഫിഷ്യറിയുടെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 8 ലാഖിനും കുറവായിരിക്കണം. എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഏകദേശം 48 ലാഖ് വുമൺസ് ഇതുവഴി ഈ ഒരു സ്കീമിലേക്ക് എലിജിബിൾ ആകും എന്നാണ്. ഈ സ്കീം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഇതിന്റെ കോസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. അവർ 4000 crore റുപ്പീസ് പെർ മന്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറയുന്നത് എലിജിബിൾ ആയിട്ടുള്ള വുമണിന്റെ എൻറോൾമെന്റിനെ എൻഷുർ ചെയ്യിക്കുന്നുണ്ട്. സ്പെഷ്യൽ ക്യാമ്പ്സും പഞ്ചായത്തിലും വാർഡിലൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഇത് എല്ലാ ഡിസ്ട്രിക്ട്സിലും പഞ്ചായത്തിലും വാർഡിലും നടക്കുന്നുണ്ട്. ഈ സ്പെഷ്യൽ ക്യാമ്പ്സ് അത് 3-ാം തീയതി മുതൽ 10ാം തീയതി ഓഗസ്റ്റ് വരെയാണ് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, സുപ്രീം കോർട്ട് അപ്ഹോൾഡ്സ് ഡൽഹി LG's പവർ ടു അപ്പോയിന്റ് അൽഡർമെൻ ടു MCD. ഇപ്പൊ സുപ്രീം കോടതി ഓഗസ്റ്റ് 5 ലെഫ്റ്റനന്റ് ഗവർണർ ആയിട്ടുള്ള ഡൽഹിയുടെ ലെഫ്റ്റനന്റ് ഗവർണറിനെ ആയിട്ട് ടു നോമിനേറ്റ് 10% വിത്ത് സ്പെഷ്യൽ നോളജ് ഓഫ് മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ ടു ദ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി ഇസ് എ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി അറ്റാച്ച്ഡ് ടു ഹിസ് ഓഫീസ് ആൻഡ് ഹി ഈസ് നോട്ട് ബൗണ്ട് ബൈ ദ എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഇപ്പോൾ സുപ്രീം കോടതി ഓഗസ്റ്റ് 5 പറഞ്ഞു ഈ അതോറിറ്റി ഓഫ് ലെഫ്റ്റനന്റ് ഗവർണർ എന്ന് പറയുന്നത് ഓഫ് ഡൽഹി ടു നോമിനേറ്റ് 10% ഈ ലെഫ്റ്റനന്റ് ഗവർണർ നോമിനേറ്റ് ചെയ്യണം. ഈ നോമിനേറ്റ് ചെയ്യുന്ന ആളുകളിൽ മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷനിലും മുനിസിപ്പൽ കോർപ്പറേഷനിലും കൃത്യമായിട്ടുള്ള നോളജ് ഉള്ളവരായിരിക്കണം. കൂടാതെ ഇവര് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ അഡ്വൈസോ എയ്ഡോ ബൗണ്ട് ചെയ്യാത്ത ഓഫീസ് ഉള്ള ആൾക്കാരായിരിക്കണം. അപ്പോൾ ഒരു ബെഞ്ച് ഓഫ് ആളുകളായിരുന്നു ഇത് നിശ്ചയിച്ചത്. അതിൽ ചീഫ് ജസ്റ്റിസ് നമ്മുടെ TY ചന്ദ്രചൂഡ് അദ്ദേഹം ഉണ്ടായിരുന്നു, ജസ്റ്റിസ് PS നരസിംഹ ഉണ്ടായിരുന്നു, JB പാർത്തിവാള ഉണ്ടായിരുന്നു. അപ്പൊ അവർ ഈ ഓർഡറിൽ പറയുന്നത് ഇവരുടെ സ്റ്റാറ്റ്യൂട്ടറി പവർ എന്ന് പറയുന്നത് സെക്ഷൻ 3(3)B അതിന്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ പീപ്പിൾസിനെ നോമിനേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ഇതിൽ, അതായത് മുനിസിപ്പൽ കോർപ്പറേഷനിൽ സ്പെഷ്യൽ നോളജ് ഉള്ള ആളുകളെ ആയിരിക്കണം. ബൈ ദി ഓക്കെ, അപ്പം ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ട് 1957 വഴി അതാണ് ഇവർക്ക് എന്താ പറയുക ഇവരുടെ അപ്പോയിന്റ്മെന്റിന് കൊടുക്കുന്ന ഒരു ആക്ട്. അതിന്റെ ബേസിലാണ് വരുന്നത്, ഈ ആക്ടിന്റെ ബേസിലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ആമസോൺ പേ, ആഡിയൻ ആൻഡ് ബിൽഡെസ്ക് ഒബ്റ്റെയിൻ RBI ക്രോസ് ബോർഡർ പേയ്മെന്റ് ലൈസൻസ്. PACB ലൈസൻസ് എന്ന് പറയുന്നത് കമ്പനീസിന് പേയ്മെന്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മെയിനായിട്ട് എക്സ്പോർട്ട് ഇമ്പോർട്ട് സ്പേസ്. അപ്പോൾ ഈ കമ്പനീസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്റർനാഷണൽ കറൻസി ട്രാൻസാക്ഷൻസ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റും. അത് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിനും അതുപോലെ ഗ്ലോബൽ ബ്രാൻഡ്സിന് ഇന്ത്യയിൽ പ്രൊഡക്റ്റ് ചെയ്യുന്ന ഗ്ലോബൽ ബ്രാൻഡ്സിനെയും ഇത് ഹെൽപ്പ് ചെയ്യും ത്രൂ ഈ പറയുന്ന ലോക്കൽ പേയ്മെന്റ് മെത്തേഡ്സ് വഴി. ഇപ്പോൾ ക്യാഷ് ഫ്രീ ആണ്. Cash Free was the first company to secure the PA cross border license. അപ്പോൾ ആദ്യമായിട്ട് ഈ PA ക്രോസ് ബോർഡർ ലൈസൻസ് കിട്ടുന്ന കമ്പനിയാണ് ക്യാഷ് ഫ്രീ എന്ന് പറയുന്ന കമ്പനി. ബിൽഡെസ്ക് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ബിൽ പ്രോസസിംഗ് എൻറ്റിറ്റിയിൽ വരുന്ന വൺ ഓഫ് ദി ലാർജസ്റ്റ് ആണ്. പിന്നെ ആമസോൺ പേ എന്ന് പറയുന്നത് മൊബൈൽ വാലറ്റ് പേയ്മെന്റ്സ് കൊടുക്കുന്നുണ്ട്, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ട്രാൻസാക്ഷൻസ് ഉണ്ട്, ബിൽ പേയ്മെന്റ്സ് ഉണ്ട്. പിന്നെ ആദ്യൻ എന്ന് പറയുന്നത് നെതർലാൻഡ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. നെക്സ്റ്റ്, NCW launches Digital Shakti Center to combat cyber crimes against women. ഇപ്പോൾ NCW എന്ന് പറയുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ആണ്. അവർ ഡിജിറ്റൽ ശക്തി സെന്റർ എന്ന് പറയുന്ന ഒന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്.
ആക്ച്വലി വുമൻസിനെതിരെയുള്ള സൈബർ ക്രൈംസിനെ കുറിച്ച് അത് കോമ്പാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിജിറ്റൽ ശക്തി സെൻറ്റർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി സൈബർ സേഫ്റ്റി ട്രെയിനിങ്, അതുപോലെ കംപ്ലയിൻസ് തരുന്നവർക്ക് വേണ്ട സപ്പോർട്ട് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുവഴി ഡിജിറ്റൽ വേൾഡിൽ വുമൻസിനെ സേഫായിട്ട് എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നെക്സ്റ്റ്, ഗതിശക്തി വിശ്വവിദ്യാലയ ഇൻ കൊളാബറേഷൻ വിത്ത് എയർബസ് ബിഗിൻസ്. അപ്പോൾ ഗതിശക്തി വിശ്വവിദ്യാലയ എന്ന് പറയുന്നത് ഫസ്റ്റ് എക്സിക്യൂട്ടീവ് ട്രെയിനിങ് പ്രോഗ്രാമാണ് ഏവിയേഷൻ സെക്ടറിൽ. അത് ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാൻസ്പോർട്ട് ഡെവലപ്മെൻറ്റ് ദ്വാരക ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇതൊരു 3 day പ്രോഗ്രാമാണ്. ഓഗസ്റ്റ് 5 മുതൽ ഓഗസ്റ്റ് 7 വരെയാണ് നടക്കുന്നത്. മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റംസ് ആണ്, വർക്കിംഗ് പ്രൊഫഷൻസുമായിട്ട് ബന്ധപ്പെട്ട്. അതുപോലെ എയർബസുമായിട്ട് ഇവർ കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഇത് നടത്തുന്നത്. നെക്സ്റ്റ്, ഓസ്ട്രേലിയ അനൗൺസസ് മൈത്രി ഗ്രാൻസ് ഫോർ റിസർച്ച് ആൻഡ് കൾച്ചറൽ കൊളാബറേഷൻ വിത്ത് ഇന്ത്യ. അപ്പോൾ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് മൈത്രി റിസർച്ച് ആൻഡ് കൾച്ചറൽ പാർട്ട്ണർഷിപ്പ് ഗ്രാൻസ് അൺവീൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഗ്രാൻസ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ഇന്ത്യ കൊളാബറേഷൻ ഫോസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടും സസ്റ്റൈനബിൾ ആയിട്ടുള്ള മാനുഫാക്ചറിങ്, അതുപോലെ എനർജി ട്രാൻസിഷൻ റിസർച്ച്, ആർട്ടിസ്റ്റിക് പ്രോജക്റ്റ്, ഇതിലൊക്കെ കൊളാബറേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഗ്രാൻഡ് പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ മിനിസ്റ്റർ പെന്നി വോഗാണ് ഈ ഒരു ഇനീഷ്യേറ്റീവിനെ കുറിച്ച് പറഞ്ഞത്. ഇതൊരു ബൈലാറ്ററൽ ടൈ സ്ട്രെങ്തൻ ചെയ്യുമെന്ന് അവർ പറഞ്ഞു. അതുപോലെ തന്നെ ഷീ ഈസ് ഓൾസോ എംഫസൈസിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ കണക്ഷൻസ് ഇൻ ദ റിലേഷൻഷിപ്പ്. നെക്സ്റ്റ്, ഇന്ത്യസ് ഫസ്റ്റ് GI ടാഗ്ഡ് ഫിഗ് ജ്യൂസ് എക്സ്പോർട്ടഡ് ടു പോളണ്ട്. അപ്പോൾ പുരന്ദർ ഹൈലാൻഡ് ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് ആണ് ഈ ഒരു സിഗ്നിഫിക്കൻറ്റ് മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്തത്. ഇന്ത്യയിലെ ആദ്യത്തെ GI ടാഗ്ഡ് ആയിട്ടുള്ള ഫിഗ് ജ്യൂസ് പോളണ്ടിലേക്ക് അവർ എക്സ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള എക്സ്പോർട്ട് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് കൊമേഴ്ഷ്യൽ കൺസൈൻമെൻറ്റ് ഓഫ് GI ടാഗ്ഡ് പുരന്ദർ ഫിഗ്സ് ഹോങ്കോങ്ങിലേക്ക് ഫെബ്രുവരി 2023 നമ്മൾ എക്സ്പോർട്ട് ചെയ്തിരുന്നു. നെക്സ്റ്റ്, ഹരിയാനാസ് ഗ്രൗണ്ട് ബ്രേക്കിംഗ് MSP പോളിസി, എ ന്യൂ എറ ഫോർ ഫാമേഴ്സ് സപ്പോർട്ട്. അപ്പോൾ ഹരിയാന ചീഫ് മിനിസ്റ്റർ നയാബ് സിംഗ് സെയ്നിയാണ് ഒരു ഹിസ്റ്റോറിക് അനൗൺസ്മെന്റ് നടത്തിയിരിക്കുന്നത് അഗ്രികൾച്ചർ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് എല്ലാ ക്രോപ്സിനെയും ഇന്റൻഷനലി പർച്ചേസ് ചെയ്യുകയും അതിന് മിനിമം സപ്പോർട്ട് പ്രൈസ് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി ഹരിയാനയെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള MSP പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്ന കൺട്രിയിലെ ആദ്യത്തെ സ്റ്റേറ്റ് ആയിട്ട് വരുന്നതാണ്. നെക്സ്റ്റ്, വിനേഷ് ഫോഗട്ട് ഡിസ്ക്വാളിഫൈഡ് ഇൻ പാരീസ് ഒളിമ്പിക്സ് 2024. അപ്പോൾ ഇന്ത്യൻ റെസ്ലർ ആയിട്ടുള്ള വിനേഷ് ഫോഗട്ട് പാരീസ് ഒളിമ്പിക്സ് 2024 50 kg കാറ്റഗറിയിൽ ഒരു ഗോൾഡ് മെഡൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നായിരുന്നു. അവർ ഡിസ്ക്വാളിഫൈ ആയിപ്പെട്ടു. അപ്പോൾ റിപ്പോർട്ട് പ്രകാരം ഫോഗട്ട് എന്ന് പറയുന്നത് ഒരു പെർമിസിബിൾ വെയിറ്റ് ലിമിറ്റിനേക്കാളും 100 grams കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ടത്. അപ്പോൾ കോമ്പറ്റീഷൻ റൂൾ അനുസരിച്ച് അവർ സിൽവർ മെഡലിന് എലിജിബിൾ ആയിരുന്നു, leaving only gold and bronze winners in 50 kg category. Sorry, she will not be eligible for silver medal and leaving only gold and bronze winners in 50 kg category. ഇപ്പോൾ ഓഗസ്റ്റ് 6 ഫോഗട്ട് റെസ്ലറിൽ ഒളിമ്പിക്സിൽ ഫൈനലിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വുമൺ ആയിട്ട് മാറി. അതുപോലെ കുറേ സിഗ്നിഫിക്കൻറ്റ് വിക്ടറീസ് ഇവർ നേടിയിട്ടുണ്ട്. വേൾഡ് നമ്പർ 1 ആയിട്ടുള്ള താരം യു സുസാക്കി ജപ്പാന്റെ താരമാണ്. അവരെ തന്നെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇവർ ഫൈനലിൽ എത്തിയത്. ഓക്കെ, നെക്സ്റ്റ്, മദ്രാസ് ഹൈക്കോർട്ട് സ്ട്രൈക്സ് ഡൗൺ സെക്ഷൻ 77A ഓഫ് രജിസ്ട്രേഷൻ ആക്ട് ആസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. ഒരു സിഗ്നിഫിക്കൻറ്റ് ജഡ്ജ്മെന്റിൽ മദ്രാസ് ഹൈക്കോർട്ട് സെക്ഷൻ 77A ഓഫ് രജിസ്ട്രേഷൻ ആക്ട് 1908 എന്ന് പറയുന്നത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് ഡിക്ലെയർ ചെയ്തു. ഈ റൂളിംഗ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടി രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തമിഴ്നാട്ടിലെ ഓണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ സെക്ഷനകത്ത് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 77A എന്ന് പറയുന്നത് സെൻട്രൽ എനാക്ട്മെന്റ് വഴിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് 2022 സ്റ്റേറ്റ് അമെൻമെന്റിന്റെ ഭാഗമായിട്ട്. ഇത് ഡിസ്ട്രിക്ട് രജിസ്ട്രാർസിന് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് ക്യാൻസൽ ചെയ്യാനുള്ള പവർ കൊടുത്തിരുന്നു. if they were found to have been registered through fraud or on submission of forged revenue records. അതായത് നമ്മൾ കെട്ടിച്ചമച്ച റവന്യൂ റെക്കോർഡ്സോ അല്ലെങ്കിൽ ഫ്രോഡ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ വഴിയോ വന്ന ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അതിൻ്റെ ഡോക്യുമെന്റ്സ് ക്യാൻസൽ ചെയ്യാനുള്ള പവർ ഡിസ്ട്രിക്ട് രജിസ്ട്രാർസിന് കൊടുത്തിരുന്നു. ആ സെക്ഷൻ 77A ആണ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് മദ്രാസ് ഹൈക്കോടതി പ്രഖ്യാപിച്ചത്. നെക്സ്റ്റ്, ചൈന ടു ലോഞ്ച് സാറ്റലൈറ്റ് കോൺസ്റ്റലേഷൻ ടു റിവൈവ് മസ്ക് സ്റ്റാർലിങ്ക്. അപ്പം ചൈന എന്ന് പറയുന്നത് ഫസ്റ്റ് ബാച്ച് ഓഫ് സാറ്റലൈറ്റ്സിനെ ഒരു മെഗാ കോൺസ്റ്റലേഷന് വേണ്ടിയിട്ട് എയിം ചെയ്യുന്നുണ്ട്.
at rivaling US company SpaceX Starlink Internet Network. അപ്പോൾ റിപ്പോർട്ട് പ്രകാരം സിംഹുവ അത് സ്റ്റേറ്റ് ഓൺ ഷാങ്ഹായ് സ്പേസ് കോം സാറ്റലൈറ്റ് ടെക്നോളജിയാണ് SSST. അവർ ആദ്യത്തെ കമ്പോണന്റ് നെറ്റ്വർക്ക് ലോഞ്ച് ചെയ്തു. SSST's കൺസ്റ്റലേഷൻ എന്ന് പറയുന്നത് 1000 സെയിൽസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, ഇന്ത്യൻ ആർമി കണ്ടക്ട്സ് പർവത് പ്രഹാർ എക്സസൈസ് ഇൻ ലഡാക്ക്. ഇപ്പോൾ ഇന്ത്യൻ ആർമി ഒരു മിലിറ്ററി എക്സസൈസ്, ഒരു സ്ട്രാറ്റജിക് മിലിറ്ററി എക്സസൈസ് കണ്ടക്ട് ചെയ്യുന്നു. അതിൻ്റെ പേര് പർവത് പ്രഹാർ എന്നാണ്. ലഡാക്കിലാണ് അത് നടത്തിയത്. ഹൈ ആൾട്ടിറ്റ്യൂഡ് വാർഫെയർ ഓപ്പറേഷൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നടത്തിയിരിക്കുന്നത്. ഈ എക്സസൈസ് എന്ന് പറയുന്നത് ആർമിയുടെ ഈ റീജിയനിലുള്ള എഫക്റ്റീവ്നെസ്സും റെഡിനെസ്സും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രൂഷ്യലാണ്. ഇത് ഇന്ത്യ ചൈന ബോർഡറിൻ്റെ അടുത്താണ് ഈ ഒരു ലഡാക്കിലെ ആ ഒരു റീജിയൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ആന്ധ്ര സ്ക്രാപ്സ് 2 child പോളിസി ഫോർ ഇൻഡിവിജ്വൽസ് ടു കോൺടെസ്റ്റ് ലോക്കൽ ബോഡി പോൾസ്. അപ്പോൾ ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ് 2 child നോം അത് ലോക്കൽ ബോഡി ഇലക്ഷൻസിലും ഇൻ വ്യൂ ഓഫ് ഡിക്ലൈനിങ് ഫെർട്ടിലിറ്റി റേറ്റ് ഇൻ സ്റ്റേറ്റിൽ ഡിക്ലൈനിങ് ഫെർട്ടിലിറ്റി റേറ്റ് ഡിക്ലൈൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു പോളിസി കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഡിസിഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ക്യാബിനറ്റിൻ്റെ മീറ്റിംഗിലാണ് എടുത്തത്. അത് ചെയർ ചെയ്തത് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ N. ചന്ദ്രബാബു നായിഡുവാണ്. നെക്സ്റ്റ്, സെൻറ്റർ റീഷഫിൾസ് സീനിയർ ബ്യൂറോക്രാറ്റ് അമിത് നേഗി മെയ്ഡ് അഡീഷണൽ സെക്രട്ടറി. അപ്പോൾ സെൻറ്റർ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ടോപ്പ് ലെവൽ ഓഫീസേഴ്സിനെയൊക്കെ റീഷഫിൾ ചെയ്തു. സീനിയർ IAS ഓഫീസർ ആയിട്ടുള്ള അമിത് സിംഗ് നേഗിനെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൻ്റെ അഡീഷണൽ സെക്രട്ടറി ആയിട്ട് അപ്പോയിന്റ് ചെയ്തു. മിസ്റ്റർ നേഗി എന്ന് പറയുന്നത് 1999 ബാച്ചിൽ IAS ഓഫീസറാണ്. ഉത്തരാഖണ്ഡ് കേഡറാണ്. കറന്റ്ലി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചർ അണ്ടർ ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഫിനാൻസിന്റെ കീഴിൽ ഒരു ജോയിന്റ് സെക്രട്ടറി ആയിട്ടായിരുന്നു അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. അദ്ദേഹത്തെയാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിന്റെ അഡീഷണൽ സെക്രട്ടറി ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, പിലിഗ്രിമേജ് ടു ശ്രീ ബാബ ബുദ്ധ അമർനാഥ് കമൻസസ് ഇൻ JNK. ജമ്മു ആൻഡ് കാശ്മീരിൽ ഒരു 10 day പിലിഗ്രിമേജ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ശ്രീ ബാബ ബുദ്ധ അമർനാഥ് ലോറൻ വാലിയിൽ പൂഞ്ച് ഡിസ്ട്രിക്റ്റിലുള്ളതാണ്. അത് അവർ ഇറ്റ്സ് വിൽ കണ്ടക്ട് ഓൺ ദ 19th of this month കോയിൻസൈഡിങ് വിത്ത് സവാൻ പൂർണിമ ആൻഡ് രക്ഷാബന്ധൻ. രക്ഷാബന്ധനും സവാൻ പൂർണിമയുമായിട്ട് കോയിൻസൈഡ് ചെയ്താണ് ഇത് വരുന്നത്. ഈ ജേർണി എന്ന് പറയുന്നത് ഒരു ടൈറ്റ് സെക്യൂരിറ്റിയാണ് മാർക്ക് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഈ പിലിഗ്രിംസിൻ്റെ ഒരു ഇൻഫ്ലക്സ് തന്നെ അവിടെ ഉണ്ടാകും. അവരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം സ്റ്റേറ്റ് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, ബുദ്ധദേവ് ഭട്ടാചാര്യ ജി ഫോമർ വെസ്റ്റ് ബംഗാൾ ചീഫ് മിനിസ്റ്റർ പാസസ് എവേ. ഫോമർ ചീഫ് മിനിസ്റ്റർ ഓഫ് വെസ്റ്റ് ബംഗാൾ വെറ്ററൻ ആയിട്ടുള്ള CPIM ലീഡറാണ് ബുദ്ധദേവ് എന്ന് പറയുന്നത്. അദ്ദേഹം August 8 മരിച്ചിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊൽക്കത്തയിലെ പാം അവന്യൂവിൽ വെച്ചിട്ട് ആ റെസിഡൻസിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത്. അദ്ദേഹത്തിന് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ആയിരുന്നു കുറേ വർഷങ്ങളായിട്ട്. അദ്ദേഹത്തിന് 80 വയസ്സാണുള്ളത്. ഹീ ഈസ് സർവൈവ്ഡ് ബൈ ഹിസ് വൈഫ് മീറ ആൻഡ് ഡോട്ടർ സുചേതന. നെക്സ്റ്റ്, ഇന്ത്യസ് റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി സോഴ്സ് ബൈ 165% ഇൻ എ ഡിക്കേഡ്. അപ്പോൾ ഇന്ത്യയുടെ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി എന്ന് പറയുന്നത് 165% പാസ്റ്റ് ഡിക്കേഡിൽ സർജ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇൻക്രീസ് എന്ന് പറയുന്നത് 76.38 GW ആണ് 2014 ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് 2024 എത്തിയപ്പോൾ 203.1 GW ആയിട്ട് കൂടി. യൂണിയൻ മിനിസ്റ്റർ പ്രഹ്ലാദ് ജോഷിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇന്ത്യയെ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റിയിൽ 4th ലാർജസ്റ്റ് ആക്കി മാറ്റിയിരിക്കുകയാണ്. ഇത് ആക്ച്വലി സോളാർ ആൻഡ് വിൻഡ് പവർ അഡ്വാൻസ്മെന്റിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ ആണ്. നെക്സ്റ്റ്, ഗാന്ധിയൻ ശോഭന റാന്തേ പാസസ് എവേ അറ്റ് 99. അപ്പോൾ ശോഭന റാന്തേ എന്ന് പറയുന്നത് പൂനെയിൽ വെച്ചിട്ടാണ്. 99ാമത്തെ വയസ്സിലാണ് അവർ മരിക്കുന്നത്. ഇന്ത്യൻ സോഷ്യൽ റീഫോം മൂവ്മെൻറ്റിൻ്റെ ഒരു എൻഡ് ഓഫ് എറ ആയിട്ട് നമുക്കിത് കണക്കാക്കാം. വളരെ റിനൗണ്ട് ആയിട്ടുള്ള ഒരു ഗാന്ധിയനും പത്മഭൂഷൺ റെസിപ്പിയൻറ്റുമാണ് ശോഭന റാന്തേ. റാന്തേ അവരുടെ മുഴുവൻ ലൈഫും അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ള അപ്ലിഫ്റ്റിംഗ് ആവശ്യമുള്ള എസ്പെഷ്യലി വുമൻസിനെയും ചിൽഡ്രൻസിനെയും ഫോക്കസ് ചെയ്തിട്ട് സോഷ്യൽ വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. നെക്സ്റ്റ്, WAQF ബോർഡ് അമെൻമെന്റ് ബിൽ 2024. പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദിജി ലെഡ് ഗവൺമെന്റ് ഈസ് ഓൾ സെറ്റ് ടു ടേബിൾ ദ WAQF അമെൻമെന്റ് ബിൽ 2024 ഇൻ ദ ലോക്സഭ ഓൺ August 8. അപ്പോൾ ഈ ന്യൂ ബില്ല് എന്ന് പറയുന്നത് WKF ആക്ട് 1995 അമെൻഡ് ചെയ്യുന്നത്. ഇത് മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്റ്റർ കിരൺ റിജിജു ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഒരു 40 അമെൻമെൻറ്റ്സ് ഈ ബില്ലിൽ പ്രപ്പോസ് ചെയ്തു. സെവറൽ ക്ലോസസ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ എണ്ണം ഒഴിവാക്കി കുറേ ആഡ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത്
it has proposed far-reaching changes in the present act, including ensuring the representation of Muslim women and non-Muslims in such bodies. ഇത്തരം ബോഡീസിൽ നോൺ മുസ്ലിംസ് വുമൻസിനെയും മുസ്ലിം വുമൻസിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ, അതായത് ഫാർ റീച്ചിങ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് ഈ ആക്ടിൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. നെക്സ്റ്റ്, Deloitte India predicts economic growth between 7% to 7% and 7.2% in financial year 2025. Deloitte's India economic outlook for August 2024 എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് എക്കണോമിക് ഗ്രോത്ത് ആണ് പ്രിഡിക്റ്റ് ചെയ്തത്. 7 and 7.2% in financial year 2025. അപ്പോൾ ഇത് നമ്മുടെ എക്കണോമിക് ഫണ്ടമെന്റൽസിനെ റീബസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ്. ഇത് എക്കണോമിക് സർവേയുടെ പ്രഡിക്ഷനെ തന്നെ സർപ്പാസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രഡിക്ഷൻ വന്നിരിക്കുന്നത്. പക്ഷേ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഔട്ട്ലുക്കുമായിട്ട് ഇത് അലൈൻ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ ഡിലോയിറ്റ് ഓൾസോ പെക്സ് ഫിനാൻഷ്യൽ ഇയർ 2025 GDP ഗ്രോത്ത്, അതായത് 2025 GDP ഗ്രോത്ത് 6.6% ആയിരിക്കുമെന്നും അവർ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് 2024 പ്രഡിക്ഷനേക്കാൾ ഉയർന്നു വന്നിട്ടുണ്ട്. 7th ഓഗസ്റ്റ് നാഷണൽ ഹാൻഡ്ലൂം ഡേ ആണ്. ഇത് ആനുവലി 2015 മുതലാണ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയത്. ഈ ഡേറ്റ് എന്ന് പറയുന്നത് സ്വദേശി മൂവ്മെന്റിന്റെ, അത് കൊൽക്കത്തയിൽ 1905 ലോഞ്ച് ചെയ്തത്. അതിൻ്റെ ഒരു ആനിവേഴ്സറി ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഡേനെ കണക്കാക്കുന്നത്. അപ്പോൾ ആ സ്വദേശി മൂവ്മെന്റിന്റെ സമയത്താണ് നമ്മൾ ചർക്ക അങ്ങനത്തെ ഹാൻഡ്ലൂമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ചും കൂടെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ 10th നാഷണൽ ഹാൻഡ്ലൂം ഡേ ആണ് നമ്മളിപ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. 7th ഓഗസ്റ്റ് 2024 ന്യൂഡൽഹിയിലെ വിഖ്യാഭവനിൽ വെച്ചിട്ടാണ് സെലിബ്രേഷൻസ് നടക്കുന്നത്. ഇപ്പോൾ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് ചീഫ് ഗസ്റ്റ് ആയിട്ട് ഈ ഒക്കേഷനിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ സമയത്ത് സാന്ത് കബീർ അവാർഡ്സ്, നാഷണൽ ഹാൻഡ്ലൂം അവാർഡ്സ് ഒക്കെ ഹാൻഡ്ലൂം വേവേഴ്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർ ഹാൻഡ്ലൂം സെക്ടറിലേക്ക് കൊടുത്ത ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻ കണക്കിലെടുത്താണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. ദ അവാർഡ് കാറ്റലോഗ് ആൻഡ് കോഫി ടേബിൾ ബുക്ക് പരമ്പര സസ്റ്റൈനബിലിറ്റി ഇൻ ഹാൻഡ്ലൂം ട്രഡീഷൻ ഓഫ് ഇന്ത്യ റിലീസ്ഡ് ബൈ ദ ഓണറബിൾ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. 7th ഓഗസ്റ്റ് നാഷണൽ ജാവലിൻ ഡേയും കൂടിയായിരുന്നു. അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആണ് കൺട്രിയിലെ അത്ലറ്റ്സിനെ ഗവേൺ ചെയ്യുന്ന ബോഡി. അവർ നീരജ് ചോപ്രയുടെ 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ ഗോൾഡ് മെഡൽ കിട്ടിയിരുന്നു. അപ്പോൾ അതിനെ ഓണർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഡേ നാഷണൽ ജാവലിൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞത്. അപ്പോൾ 2022 മുതലാണ് നമ്മൾ ഈ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. നെക്സ്റ്റ്, അമിത്ഷാ ലോഞ്ച് 4 new app for implementation of new criminal laws. ഇപ്പോൾ യൂണിയൻ ഹോം മിനിസ്റ്റർ ആൻഡ് മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ ആയിട്ടുള്ള അമിത് ഷാ 4 ആപ്പുകൾ ലോഞ്ച് ചെയ്തു. ഇ സാക്ഷ്യ, ന്യായ സേതു, ന്യായ ശ്രുതി ആൻഡ് ഇ സമ്മൻ. ഇതെല്ലാം നമ്മൾ പുതുതായിട്ട് നമ്മുടെ കൺട്രിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത 3 ക്രിമിനൽ ലോസിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 3 ക്രിമിനൽ ലോസിൻ്റെയും ഫുൾ ഇംപ്ലിമെന്റേഷന് ശേഷം ജഡ്ജ്മെന്റ് അപ് ടു സുപ്രീം കോർട്ട് വിൽ ബി പോസിബിൾ വിത്തിൻ 3 years. ഒരു 3 yearsനുള്ളിൽ സുപ്രീം കോടതിക്കകത്ത് ഒരു ജഡ്ജ്മെന്റും പോസിബിൾ ആയിരിക്കും. അപ്പോൾ ഇ സാക്ഷി എന്ന് പറയുന്നത് ഓൾ ടെസ്റ്റിമോണീസ്, വീഡിയോഗ്രാഫി ആൻഡ് ഫോട്ടോഗ്രാഫി വിൽ ബി സേവ്ഡ് ഓൺ ദ ഇ എവിഡൻസ് സെർവർ. ഇറ്റ് വിൽ ബി അവൈലബിൾ ടു ഓൾ ദ കോർട്ട് ഓൺ റിയൽ ടൈം ബേസിസ്. അപ്പോൾ ഈ സാക്ഷിക്കകത്ത് എല്ലാ ടെസ്റ്റിമോണീസും വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒക്കെ ഈ എവിഡൻസ് ആയിട്ട് സെർവറിൽ സേവ് ചെയ്യും. കോർട്ടിലെ ഏത് സമയത്തും ഇത് അവൈലബിൾ ആയിരിക്കും. ഈ സമ്മൻ ആപ്പിനകത്ത് court will electronically send summons to police stations and the concerned person to whom the summons is to be sent. കോർട്ട് ഇലക്ട്രോണിക്കലി ആയിരിക്കും ഈ സമ്മൺ ആപ്പ് വഴി സമൻസ് പോലീസ് സ്റ്റേഷനിലേക്കും കൺസേൺ ആയിട്ടുള്ള പേഴ്സണിലേക്കും സെൻഡ് ചെയ്യുന്നത്. ന്യായ സേതു ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് പോലീസ്, മെഡിക്കൽ, ഫോറൻസിക്, പ്രോസിക്യൂഷൻ, പ്രിസൺ അതോറിറ്റീസ് ഇവരെ തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഒന്നാണ്. ഇതിനകത്ത് പോലീസിന് ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും അവൈലബിൾ ആകും. ന്യായ ശ്രുതി ആപ്പ് എന്ന് പറയുന്നത് കോർട്ടിനെ വിറ്റ്നസസ് ഹിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. വീഡിയോ കോൺഫറൻസ് വഴി ഹിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ് ന്യായ ശ്രുതി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫസ്റ്റ് മൾട്ടിനാഷണൽ എയർ എക്സസൈസ് തരംഗ് ശക്തി 2024 അറ്റ് സുലാർ ഇൻ തമിഴ്നാടു. ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ലാർജസ്റ്റ് മൾട്ടിലാറ്ററൽ എയർ എക്സസൈസ് ആണ് തരംഗ് ശക്തി എന്ന് പറയുന്നത്. 2 ഫേസ് ആയിട്ടാണ് നടക്കുന്നത്. August 6 അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് സുലൂർ, തമിഴ്നാടുവിലാണ് നടക്കുന്നത്, August 6 to 14. സെക്കൻഡ് ഫേസ് ജോധ്പൂർ, രാജസ്ഥാനിൽ വെച്ച് August 29 മുതൽ September 14 വരെ നടക്കും. ഈ എക്സസൈസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഡിഫൻസ് ക്യാപ്പബിലിറ്റീസും അതുപോലെ പാർട്ടിസിപ്പേറ്റിംഗ് നേഷൻസുമായിട്ടുള്ള കോർപ്പറേഷൻ സ്ട്രെങ്തൻ ചെയ്യാന്നുള്ളതാണ് ഒരു എയിം. ഈ എക്സസൈസിൽ ഏകദേശം 30ഓളം കൺട്രീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഈ 30 കൺട്രീസിൽ 10 പേര് എക്സസൈസിൽ ഫൈറ്റർ എയർക്രാഫ്റ്റോട് കൂടിയിട്ടാണ് അവരുടെ എക്സസൈസ് ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്.
10 കൺട്രീസ് വിത്ത് അസറ്റ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ആ 10 കൺട്രീസ് ഓസ്ട്രേലിയ, ബംഗ്ലാദേശ്, ഫ്രാൻസ്, ജർമ്മനി, ഗ്രീസ്, സ്പെയിൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, യുണൈറ്റഡ് കിങ്ഡം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, സിംഗപ്പൂർ എന്നിവരാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഫൈറ്റർ എയർക്രാഫ്റ്റ് എക്യുപ്മെന്റ്സ് ഒക്കെ ഇവിടെ ഷോക്കേസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് തേജസ്, റാഫേൽ, മിറാജ് 2000, ജാഗോർ, മിഗ് 29 ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ്, IAF അറൈവ്സ് ഇൻ മലേഷ്യ ഫോർ ഉദ്ധര ശക്തി 2024. ഇന്ത്യൻ എയർഫോഴ്സ് ആണ് IAF എന്ന് പറയുന്നത്. അവർ കൗന്താൻ എന്ന് പറയുന്ന മലേഷ്യയിൽ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അത് ഒരു ബയലാട്രൽ എയർ എക്സസൈസ് ഉദ്ധര ശക്തി 2024 പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിത്ത് ദി റോയൽ മലേഷ്യൻ എയർഫോഴ്സ്. അപ്പോൾ ഈ എക്സസൈസ് നടക്കുന്നത് ഓഗസ്റ്റ് 5 മുതൽ 9 വരെയാണ് നടന്നത്. അപ്പോൾ ആദ്യത്തെ ബയലാട്രൽ എയർഫോഴ്സ് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടക്ട് ചെയ്ത് 2018 നെക്സ്റ്റ്, ഇന്ത്യൻ എയർഫോഴ്സ് അപ്രൂവ്സ് പ്രൊഡക്ഷൻ ഓഫ് അസ്ത്ര മാർക്ക് 1 മിസൈൽസ്. ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് 200 അസ്ത്ര മാർക്ക് 1 മിസൈൽസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രൊഡക്ഷനുള്ള ഗ്രീൻ സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് ഇൻഡിജീനിയസ്ലി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻഡിജീനിയസ്ലി ഡെവലപ്ഡ് ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് തേജസ് ആണ്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ്, DRDO എന്ന് പറയും. അവരാണ് അസ്ത്ര MK1 ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ആണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇതൊരു പബ്ലിക് സെക്ടർ കമ്പനിയാണ്. നെക്സ്റ്റ്, അസ്ത്ര വെപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്, അസ്ത്ര എന്ന് പറയുന്നത് ശരിക്കും എയർ ടു എയർ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് ആയിട്ടുള്ള ഒരു മിസൈലാണ്. ഇതിന് ഇന്ത്യൻ എയർഫോഴ്സിന്റെ സുഖോയ് 30 MK1 നിന്നാണ് ഇത് ഫയർ ചെയ്യുന്നത്. അതുപോലെ LCA തേജസ് ഫൈറ്റർ എയർക്രാഫ്റ്റ്, ഇന്ത്യൻ നേവിയുടെ MiG 29K ഫൈറ്റർ പ്ലെയിൻ ഒക്കെ ഇതിനു വേണ്ടി യൂസ് ചെയ്യും. അസ്ത്ര MK1 എന്ന് പറയുന്നത് 80 to 110 കിലോമീറ്റർ ആണ് റേഞ്ച് വരുന്നത്. മാക്സിമം സ്പീഡ് 4.5 മാക്ക് ആണ്. ഈ ഇത്തരത്തിലുള്ള നമ്മുടെ എയർ ടു എയർ ആയിട്ടുള്ള അസ്ത്ര പോലുള്ള എയർഫോഴ്സിന്റെ എയർക്രാഫ്റ്റുകളുടെ സ്പീഡ് നമ്മൾ മാക്ക് എന്ന് പറയുന്ന ഒരു യൂണിറ്റിലാണ് പറയാം. അപ്പോൾ ഇതിന്റെ സ്പീഡ് 4.5 മാക്ക് ആണ്. ഒരു മാക്ക് എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് സൗണ്ടിന് ഈക്വൽ ആണ്. മിസൈൽ എന്ന് പറയുന്നത് ഏരിയൽ ടാർഗറ്റ്സിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യാൻ ക്യാപ്പബിൾ ആണ്. ലൈക്ക് ഫൈറ്റർ എയർക്രാഫ്റ്റ്, ഹെലികോപ്റ്റർ, ക്രൂയിസ് മിസൈൽ, ഡ്രോൺസിനെയൊക്കെ ഇവർക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നെക്സ്റ്റ്, RIL top ranked Indian company on the 2024 Fortune Global 500 ലിസ്റ്റ്. മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് 86ാമത്തെ സ്പോട്ടിലാണ് എത്തിയത് ഗ്ലോബലി. 9 ഇന്ത്യൻ കമ്പനീസ് 2024 ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആണ്. HDFC ബാങ്ക് ഫോർ ദ ഫസ്റ്റ് ടൈം ഈ ഒരു ലിസ്റ്റിനകത്തുണ്ട്. അമേരിക്കൻ കമ്പനിയായിട്ടുള്ള വാൾമാർട്ട് ആണ് ടോപ്പ് പൊസിഷനിൽ എത്തിയത്. 11 വർഷമായിട്ട് അവർ തന്നെയാണ് ടോപ്പ് പൊസിഷനിലുള്ളത്. നെക്സ്റ്റ്, ബി റെഡി ഇൻഡെക്സ്. ബിസിനസ് റെഡി എന്നുള്ളതാണ് ബി റെഡി ഇൻഡെക്സ്. ഇതിൽ വേൾഡ് ബാങ്കിൻ്റെ ആണ് ഒരു ഫ്ലാഗ്ഷിപ്പ് റിപ്പോർട്ടാണ് ഇത്. ബിസിനസ് എൻവയോൺമെൻറ്റും ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റും മോസ്റ്റ് എക്കണോമീസിനകത്ത് ഉള്ള കാര്യങ്ങളാണ് ഇവർ ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ട് ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്കാണ്. അതുപോലെ പബ്ലിക് സർവീസസിന് ഡയറക്റ്റായിട്ട് ഇവർ ആക്സസ് ചെയ്യുന്നുണ്ട്. അതായത് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന് പറയുമ്പോൾ കമ്പൈൻഡ് ആയിട്ടുള്ളൊരു പ്രാക്ടീസാണ് വരുന്നത്. മെയിനായിട്ട് പബ്ലിക് സർവീസസ് ഇവർ ആക്സസ് ചെയ്യും. അതിനകത്ത് എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റ് ഉണ്ട്, ബിസിനസ് എൻവയോൺമെൻറ്റ് ഉണ്ട് എന്നുള്ളതൊക്കെ ഇവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ബി റെഡി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒക്ടോബർ 3, 2024 ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നെക്സ്റ്റ്, രാജസ്ഥാൻസ് ഫസ്റ്റ് ഏവിയേഷൻ അക്കാദമി ലോഞ്ച്ഡ് അറ്റ് കിഷ്നഗർ എയർപോർട്ട്. അപ്പോൾ രാജസ്ഥാനിലെ ആദ്യത്തെ ഫ്ലൈറ്റ് ട്രെയിനിങ് അക്കാദമി എന്ന് പറയുന്നത് കിഷ്നഗർ എയർപോർട്ടിൽ അജ്മർ ഡിസ്ട്രിക്റ്റിൽ ലോഞ്ച് ചെയ്യാൻ പോവാണ്. ചീഫ് മിനിസ്റ്റർ ഭജൻലാൽ ശർമ്മയാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. കിഷ്നഗറിലെ ഒരു ഏവിയേഷൻ അക്കാദമി എന്നാണ് അതിൻ്റെ ഒരു പേര്. ഇതിൻ്റെ ഒരു മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് കട്ടിംഗ് എഡ്ജ് ടെക്നോളജി, അതുപോലെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നിക്കൽ മെത്തേഡ്സ് ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഹിന്ദു കോളേജ് ലോഞ്ച്ഡ് ഗ്രീൻ ഹൈഡ്രജൻ ട്രെയിനിങ് പ്രോഗ്രാം. ഹിന്ദു കോളേജ് ഹൈഡ്രോ കാർബൺ സെക്ടർ സ്കിൽ കൗൺസിലുമായിട്ട് ചേർന്ന്, ആക്ച്വലി HSSC അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺ സെക്ടർ സ്കിൽ കൗൺസിൽ എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ കീഴിൽ വരുന്നൊരു ഏജൻസിയാണ്. ഇവരും അതുപോലെ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ് MSDയും കൂടെ ചേർന്നിട്ടാണ്, ഇവരെല്ലാം കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം, അതും ഗ്രീൻ ഹൈഡ്രജൻ്റെ പേരിൽ യങ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അണ്ടർ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയുടെ കീഴിൽ വരുന്നത്. അപ്പോൾ ഇത് നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ്റെ ഭാഗമാണ്. അപ്പോൾ ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസിന് ഈ ഗ്രീൻ ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമിൽ അവയർനെസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, റെയിൽടെൽ പാർട്ട്നേർഡ് വിത്ത് സിലസ് ടു എൻഹാൻസ് റെയിൽവേ സൈബർ സെക്യൂരിറ്റി.
റെയിൽടെൽ എന്ന് പറയുന്നത് സൈലസുമായിട്ട് പാർട്ട്ണർ ചെയ്ത് സൈബർ സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ റെയിൽവേസിന് ഒരു സൈലസ് 1 എന്ന് പറയുന്ന ഒരു സെക്യൂർ റെയിൽവേ സിഗ്നലിംഗ് ആൻഡ് ടെലികോം സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഒരു ഇന്ത്യൻ പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് ആണ്. ഇവരൊരു ബ്രോഡ്ബാൻഡ് VPN സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെയിൽടെൽ എന്ന് പറയുന്നത് സെപ്റ്റംബർ 2000 ഫോം ചെയ്തത്. ആ സമയത്ത് അവരുടെ ഫോം ചെയ്യുമ്പോൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു നാഷണൽ വൈഡ് ബ്രോഡ്ബാൻഡ് ക്രിയേറ്റ് ചെയ്യുക, ടെലികോം അതുപോലെ മൾട്ടിമീഡിയ നെറ്റ്വർക്ക് കൊണ്ടുവരിക, ട്രെയിൻ കൺട്രോൾ ഓപ്പറേഷൻ സിസ്റ്റം, സേഫ്റ്റി സിസ്റ്റം ഒക്കെ മോഡേണൈസ് ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു. നെക്സ്റ്റ്, അറ്റ് പാരീസ് ഒളിമ്പിക്സ് 2024 അവിനാഷ് സാബിൾ ക്രിയേറ്റഡ് ഹിസ്റ്ററി. പാരീസ് ഒളിമ്പിക്സിൽ അവിനാഷ് സാബിൾ എന്ന് പറയുന്നത് മെൻസ് 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിലേക്ക് ഫൈനലിലെത്തുന്ന ആദ്യത്തെ മെയിൽ അത്ലറ്റ് ആണ്. ഫിനിഷ്ഡ് 5th ഇൻ ഹിസ് ഹീറ്റ് വിത്ത് എ ടൈമിംഗ് ഓഫ് 8:15:43 minutes ടു ക്വാളിഫൈ ഫോർ ദ ഫൈനൽസ്. അപ്പോൾ അദ്ദേഹം 5ാമതാണ് എത്തിയത്, അതായത് ക്വാളിഫയിങ് റൗണ്ടിൽ ഫൈനൽസിലേക്ക് സെലക്ട് ആവപ്പെട്ടിട്ടുണ്ട്. ടൈമിംഗ് 8:15:43 minutes ആയിരുന്നു. നെക്സ്റ്റ്, ദിനേശ് കാർത്തിക് ജോയിൻസ് പാൾ റോയൽസ് ബിക്കംസ് ഫസ്റ്റ് ഇന്ത്യൻ പ്ലെയർ ഇൻ ദ സൗത്ത് ആഫ്രിക്കൻ ലീഗ്. അപ്പോൾ ഫോർമർ വിക്കറ്റ് കീപ്പർ ബാറ്ററുമാണ് ദിനേശ് കാർത്തിക്. അദ്ദേഹം പാൾ റോയൽസുമായിട്ട് ചേർന്ന് ഒരു ഇത് സൈൻ ചെയ്തിരിക്കുകയാണ്. സൗത്ത് ആഫ്രിക്കൻ 20യുടെ 3rd സീസണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഹീസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റർ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സൗത്ത് ആഫ്രിക്കൻ ലീഗ്. കാർത്തിക് 39 വയസ്സാണ്. ഓൾ ഫോംസ് ഓഫ് ക്രിക്കറ്റിൽ നിന്നും ഈ വർഷം ജൂണിൽ അദ്ദേഹം റിട്ടയർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹി ഹാസ് ബീൻ ഡ്രോപ്ഡ് ഇൻ ആസ് എ മെന്റർ കം ബാറ്റിംഗ് കോച്ച് ബൈ IPL സൈഡ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. IPLൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ കോച്ചായിരുന്നു. നെക്സ്റ്റ്, ദുപ്ലാന്തിസ് ഷാറ്റേർഡ് റെക്കോർഡ്സ് ഫോർ ഒളിമ്പിക് പോൾ വോൾട്ട് ഗോൾഡ്. അർമാൻ മോന്തോ ദുപ്ലാന്തിസ് സ്വീഡൻ്റെ ഒരു പ്ലെയർ ആണ്. അദ്ദേഹത്തിന് വേൾഡ് റെക്കോർഡ് കിട്ടിയിരിക്കുകയാണ് 9ാമത്തെ തവണ, ഫോർ ദി 9th ടൈം ഇൻ പോൾ വോൾട്ട്. നെക്സ്റ്റ്, ലഫ്റ്റനന്റ് കേണൽ കപിലാൻ സായ് അശോക്, ഇന്ത്യസ് യങ്ങസ്റ്റ് ബോക്സിംഗ് റഫറി അറ്റ് ഒളിമ്പിക്സ്. ലഫ്റ്റനന്റ് കേണലായിട്ട് കപിലാൻ സായ് അശോക് ആണ്. ഇന്ത്യയിൽ ആർമി ഓഫീസറാണ്. അദ്ദേഹം ഇന്ത്യയുടെ യങ്ങസ്റ്റ് റഫറിയായി മാറിയിരിക്കുകയാണ് ബോക്സിംഗ് ഇവന്റിൽ ഓൺ ഗോയിങ് പാരീസ് ഒളിമ്പിക്സ് 2024. അദ്ദേഹത്തിന് 32 വയസ്സാണുള്ളത്. ഓൺലി ദ 4th ഇന്ത്യൻ സിൻസ് 1904 ടു ഒഫീഷിയേറ്റ് അറ്റ് ദ ഒളിമ്പിക്സ്. ഒളിമ്പിക്സിൽ ഈ ഒരു പൊസിഷനിൽ എത്തുന്ന ഒരു 4th ഇന്ത്യൻ ആയിട്ട് മാറിയിരിക്കുകയാണ്. ആൻഡ് ഫസ്റ്റ് ടു ഹാവ് റെപ്രസെൻറ്റഡ് ദ കൺട്രി ആസ് എ പ്ലെയർ ആൻഡ് എൻ ഒഫീഷ്യൽ അറ്റ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഇവന്റിലും അതുപോലെ തന്നെ കൺട്രിയുടെ ഒരു പ്ലെയർ ആയിട്ട് ആദ്യമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യപ്പെടുന്നത് ഇപ്പോഴാണ്. ഹി ഈസ് ഓൾസോ ദ ഫസ്റ്റ് ഇന്ത്യൻ ടു ബിക്കെയിം ദ പ്രസിഡന്റ് ഓഫ് വേൾഡ് മിലിറ്ററി ബോക്സിംഗ് കൗൺസിൽ. വേൾഡ് മിലിറ്ററി ബോക്സിംഗ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ ഇന്ത്യനും ഇദ്ദേഹമാണ്. അശോക് കുമാർ ബൻവാല എന്ന് പറയുന്നത് എയർഫോഴ്സ് കോച്ചായിരുന്നു. ആൻഡ് റിപ്പോർട്ടഡ്ലി ദ ഫസ്റ്റ് എവർ റഫറി ഫോർ റെസ്ലിംഗ് ബൗട്ട്സ് അറ്റ് 2016 ഒളിമ്പിക്സ് ഇൻ റിയോയിലെ 2016 ഒളിമ്പിക്സിൽ റെസ്ലിംഗ് ബോർഡിലെ റഫറി ആയിരുന്നു അശോക് കുമാർ ബൻവാല. നെക്സ്റ്റ്, ലൈലസ് വിൻസ് ഒളിമ്പിക് 100 മീറ്റർ ഗോൾഡ് ഇൻ ക്ലോസസ്റ്റ് ഫിനിഷ് ഇൻ മോഡേൺ ഹിസ്റ്ററി. വേൾഡ് ചാമ്പ്യനാണ് ലൈലസ്. ആൻഡ് 9.79 സെക്കൻഡിൽ മെൻസ് ഒളിമ്പിക് 100 മീറ്റർ ഫൈനലിൽ ഗോൾഡ് ക്ലെയിം ചെയ്തിരിക്കുകയാണ്. ലൈലസ് എന്ന് പറയുന്നത് ക്ലോസസ്റ്റ് ഒളിമ്പിക് 100 മീറ്റർ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ആസ് ജസ്റ്റ് 5,000 ഓഫ് എ സെക്കൻഡ് സെപ്പറേറ്റഡ് ഹിം ഫ്രം ജമൈക്ക കിഷാനെ തോംസൺ. ജമൈക്കയുടെ ആ ഒരു 100 മീറ്ററിൽ ഒരു ഹിസ്റ്ററി തന്നെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ജസ്റ്റ് ഒരു സെക്കൻഡ് മാത്രം വ്യത്യാസത്തിലാണ് ലൈലിൻ്റെ വിൻ എന്ന് പറയുന്നത്. അപ്പോൾ ലൈല എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു അമേരിക്കൻ ആണ്. മെയിൽ കാറ്റഗറിയിലാണെങ്കിലും ഫീമെയിൽ കാറ്റഗറിയിലാണെങ്കിലും ഈ ഒരു ഇതിൽ ഗോൾഡ് മെഡൽ നേടുന്നത്. നെക്സ്റ്റ്, 9th ഓഗസ്റ്റ് നാഗസാക്കി ഡേ ആണ്. നാഗസാക്കി ഡേ എന്ന് പറയുന്നത് ആനുവലി നമ്മൾ എല്ലാ വർഷവും ഒബ്സർവ് ചെയ്യുന്നതാണ്. ആക്ച്വലി ഇതൊരു ഡിവാസ്റ്റേറ്റിംഗ് ആറ്റോമിക് ബോംബ് നാഗസാക്കിയിൽ, ജപ്പാനിലെ നാഗസാക്കിയിൽ ഇട്ടതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. വേൾഡ് വാർ 2 1945 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് ഈ ബോംബ് ജപ്പാനിലിട്ടത്. ഇതൊരു സെക്കൻഡ് ന്യൂക്ലിയർ വെപ്പൺ ആയിരുന്നു. അതിൻ്റെ ഒരു പേര് ഫാറ്റ് മാൻ എന്നായിരുന്നു. ഇത് നാഗസാക്കിയിൽ സിറ്റിയുടെ മുകളിൽ നിന്ന് ഓഗസ്റ്റ് 9 1945 ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. നെക്സ്റ്റ്, ഇന്റർനാഷണൽ ഡേ ഓഫ് ദി വേൾഡ്സ് ഇൻഡിജീനിയസ് പീപ്പിൾസ് 9th ഓഗസ്റ്റ്. അപ്പോൾ ഇന്റർനാഷണൽ ഡേ ഓഫ് ദി വേൾഡ് ഇൻഡിജീനിയസ് പീപ്പിൾസ് എന്ന് പറയുന്നത് UNGA 1944 വരുന്നത്. ഇപ്രാവശ്യത്തെ തീം
പ്രൊട്ടക്ടിങ് ദ റൈറ്റ്സ് ഓഫ് ഇൻഡിജിനിയസ് പീപ്പിൾ ഇൻ വോളണ്ടറി ഐസൊലേഷൻ ആൻഡ് ഇനീഷ്യൽ കോണ്ടാക്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് നാഷണൽ ബുക്ക് ലവേഴ്സ് ഡേ, അതും 9th ഓഗസ്റ്റ് തന്നെയായിരുന്നു. അപ്പം നാഷണൽ ബുക്ക് ലവേഴ്സ് ഡേ എന്ന് പറയുന്നത് August 9th നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ബുക്ക് റീഡ് ചെയ്യാൻ ആവശ്യമുള്ള ആഗ്രഹമുള്ള ആളുകളെ എൻകറേജ് ചെയ്യിക്കുന്ന ഒരു ഡേ ആണ് നാഷണൽ ബുക്ക് ലവേഴ്സ് ഡേ എന്ന് പറയുന്നത്. നെക്സ്റ്റ് MHA അപ്പോയിൻറ്റ്സ് DGP RR സ്വെയിൻ ആസ് ഫുൾ ടൈം DGP ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ് MHA എന്ന് പറയുന്നത്. അവർ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് DGP ആയിട്ട് RR സ്വെയിൻ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. DGP ഓഫ് ജമ്മു കാശ്മീരായിട്ട് അഡീഷണൽ ചാർജാണ് അദ്ദേഹം ഹോൾഡ് ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം യൂണിയൻ ടെറിട്ടറി ഓഫ് ജമ്മു കാശ്മീരിൻ്റെ ഫുൾ ടൈം DGP ആയിട്ട് മാറുകയാണ്. നെക്സ്റ്റ് പ്രസിഡന്റ് ദ്രൗപദി മുർമു അഡ്രസ്സസ് ദ ന്യൂസിലാൻഡ് ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ കോൺഫറൻസ് ഇൻ വെല്ലിംഗ്ടൺ. പ്രസിഡന്റ് മുർമു ഒരു 2-day സ്റ്റേറ്റ് വിസിറ്റ് ന്യൂസിലാൻഡിലേക്ക് നടത്തിയിരുന്നു. ന്യൂസിലാൻഡിലെ ക്യാപിറ്റലാണ് വെല്ലിംഗ്ടൺ. അവിടെയാണ് അവർ റീച്ച് ചെയ്തത്. അപ്പോൾ അവിടെ റോയൽ ഗാർഡ് ഓഫ് ഓണർ അവർക്ക് കിട്ടി അറ്റ് ദ ഗവൺമെൻറ് ഹൗസ് ഇൻ വെല്ലിംഗ്ടൺ. അവിടെ ഗവർണർ ജനറൽ ഓഫ് ന്യൂസിലൻഡ് ഡെയിം സിൻഡി കിറോയും നമ്മുടെ പ്രസിഡന്റിനെ സ്വീകരിക്കാനുണ്ടായിരുന്നു. ഗവൺമെന്റ് അനൗൺസസ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ ടു റെക്കഗ്നൈസ് സയൻസ് ടെക്നോളജി കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഈ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാറിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നോട്ടബിൾ ആയിട്ടുള്ള ഇൻസ്പയറിംഗ് കോൺട്രിബ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്ത സയൻറ്റിസ്റ്റുകൾ, ടെക്നോളജിസ്റ്റുകൾ, ഇന്നോവേറ്റേഴ്സ്, അത് ഇൻഡിവിജ്വൽ ആണെങ്കിലും ഒരു ടീമായിട്ടാണെങ്കിലും സയൻസ് ടെക്നോളജി ഫീൽഡിലുള്ളവരെ കണ്ടുപിടിച്ച് അവരെ റെക്കഗ്നൈസ് ചെയ്യുന്ന രീതിയിലാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ കൊടുക്കുന്നത്. അപ്പോൾ ഈ അവാർഡ് സെറമണി എന്ന് പറയുന്നത് 23rd ഓഗസ്റ്റിനാണ് നടക്കുന്നത്, നാഷണൽ സ്പേസ് ഡേ സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട്. നെക്സ്റ്റ് ഇന്ത്യ വിൻസ് കാവ വുമൻസ് വോളിബോൾ നേഷൻസ് ലീഗ് ഫോർ ദ സെക്കൻഡ് ടൈം. ഇപ്പോൾ ഇന്ത്യ കാവ എന്ന് പറയുന്നത് സെൻട്രൽ ഏഷ്യൻ വോളിബോൾ അസോസിയേഷൻ ആണ്. അതിൽ വുമൺ വോളിബോൾ നേഷൻസ് ലീഗ് ഫൈനലിൽ നേപ്പാളിനെ ബീറ്റ് ചെയ്തു, 3-2 മീറ്റ് ചെയ്തു. ഇത് നടന്നത് കാഠ്മണ്ഡുവിലെ ദശ്രഥ് സ്റ്റേഡിയത്തിലാണ്. ഈ വിക്ടറി എന്ന് പറയുന്നത് ഇന്ത്യയുടെ സെക്കൻഡ് ടൈറ്റിലാണ് കാവ വുമൻസ് വോളിബോൾ നാഷണൽ ലീഗിൽ. നെക്സ്റ്റ് ഇന്ത്യൻ മെൻസ് ഹോക്കി ടീം വിൻസ് ബ്രോൺസ് മെഡൽ. ഇന്ത്യൻ മെൻസ് ഹോക്കി ടീം പാരീസ് ഒളിമ്പിക്സിൽ സ്പെയിനെ ഡിഫീറ്റ് ചെയ്തുകൊണ്ട് ബ്രോൺസ് മെഡൽ ക്ലെയിം ചെയ്തിരിക്കുകയാണ്. ഈ മെഡൽ എന്ന് പറയുന്നത് ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ 13th ആണ്. മെൻസ് ഹോക്കിയിൽ ബ്രോൺസ് എന്ന് പറയുന്നത് ഇന്ത്യസ് 4th ബ്രോൺസ് മെഡലാണ് പാരീസ് ഒളിമ്പിക്സിൽ. വിത്ത് ദ പ്രീവിയസ് 3 എന്ന് പറയുന്നത് ഷൂട്ടിംഗ് ഡിസിപ്ലിനിലും 2 of which മനു ഭാക്കർ വൺ. നെക്സ്റ്റ് അമേരിക്കാസ് ഗ്യാബി തോമസ് പവേഴ്സ് ടു ഒളിമ്പിക് 200 meter ഗോൾഡ്. അപ്പോൾ ഇനി അമേരിക്കയുടെ ഗ്യാബി തോമസിന് ഒരു ബ്രില്യൻ വിക്ടറി നേടിയിരിക്കുകയാണ് വുമൻസ് ഒളിമ്പിക് 200 meter പാരീസ് ഒളിമ്പിക്സിൽ. ഫസ്റ്റ് മേജർ ടൈറ്റിൽ ഓഫ് ഹെർ കരിയർ, അവരുടെ കരിയറിലെ മേജർ ടൈറ്റിലാണ് ഈ ഒരു ഗോൾഡ് മെഡൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒളിമ്പിക്സ് 2024 ചൈന വിൻസ് ഗോൾഡ് ഇൻ ആർട്ടിസ്റ്റിക് സ്വിമ്മിംഗ്. അപ്പോൾ ചൈന ആർട്ടിസ്റ്റിക് സ്വിമ്മിംഗ് ടീമിന് ഗോൾഡ് മെഡൽ നേടിയിരിക്കുകയാണ് പാരീസ് ഒളിമ്പിക്സിൽ. യുണൈറ്റഡ് നേഷൻസ് US-നാണ് സിൽവർ കിട്ടിയത്, സ്പെയിനാണ് ബ്രോൺസ് മെഡൽ കിട്ടിയത്. നെക്സ്റ്റ് വിനേഷ് ഫോഗട്ട് അപ്പീൽസ് അഗെയിൻസ്റ്റ് ഡിസ്ക്വാളിഫിക്കേഷൻ ഇൻ കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഫോർ സ്പോർട്സ്. അപ്പോൾ വിനേഷ് ഫോഗട്ട് അവരെ ഡിസ്ക്വാളിഫൈ ചെയ്തിരുന്നു പാരീസ് ഒളിമ്പിക്സിൽ നിന്ന്. 50 kg കാറ്റഗറിയിൽ ഒരു 100 grams ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ നേരിടേണ്ടി വന്നത്. അപ്പോൾ അതിനെതിരെ കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഫോർ സ്പോർട്സ് CAS എന്ന് പറയും, അതിൽ ഒരു അപ്പീൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോഗട്ട് ഹാസ് ഡിമാൻഡഡ് ദാറ്റ് ഷീ ഷുഡ് ബി അവോർഡഡ് എ ജോയിന്റ് സിൽവർ മെഡൽ ആഫ്റ്റർ ബീയിങ് ഫോഴ്സ്ഡ് ഔട്ട് ഓഫ് ദി കാറ്റഗറി ഫോർ ബീയിങ് 100 grams ഓവർ വെയിറ്റ്. അപ്പോൾ 100 gram ഓവർ വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ആ ഒരു കാറ്റഗറിയിൽ നിന്ന് ഫോഴ്സ് ചെയ്തുകൊണ്ട് അവരെ ഔട്ടാക്കിയത് കൊണ്ട് അവർക്കൊരു ജോയിന്റ് സിൽവർ അവാർഡെങ്കിലും കൊടുക്കണമെന്നാണ് ഫോഗട്ട് ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് QCI ലോഞ്ച്ഡ് സുരജ്യ ഫ്രെയിംവർക്ക് ഫോർ പ്രൊമോട്ട് എക്സലൻസ്. അപ്പോൾ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയാണ് QCI. സുരജ്യ റെക്കഗ്നീഷൻ ആൻഡ് റാങ്കിങ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ഒരു ഇനീഷ്യേറ്റീവാണ്. വേരിയസ് ഡൊമൈൻസ് അക്രോസ് ചെയ്ത് വരുന്ന ഗവർണൻസിൽ എക്സലൻസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനൊരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ സിറ്റിസൺസിൻ്റെ ലൈഫ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യിക്കുക എന്നുള്ളതും ഈ ഒരു എക്സലൻസിലൂടെ, അതായത് ഗവർണൻസിലെ എക്സലൻസിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രെയിംവർക്കിനകത്ത് 4 pillars ആണ് വരുന്നത്. ഒന്ന് ശിക്ഷ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ, 2 സ്വസ്തിയ പറയുമ്പോൾ ഹെൽത്ത്, 3ാമത്തേത് സമൃദ്ധി എന്ന് പറയുമ്പോൾ സ്പോർട്സ് പ്രോസ്പെരിറ്റി, പിന്നെ സുശാസൻ എന്ന് പറയുന്നത് ഗവർണൻസ്. നെക്സ്റ്റ്
Manipur Assembly has constituted a 12-member committee to study illegal migration in the state. അപ്പോൾ മണിപ്പൂർ സ്റ്റേറ്റ് അസംബ്ലി ഒരു കമ്മിറ്റീനെ രൂപീകരിച്ചിട്ടുണ്ട് നമ്മുടെ അതായത് മണിപ്പൂർ സ്റ്റേറ്റിലേക്കുള്ള ഇല്ലീഗൽ മൈഗ്രേഷനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവാഗ്പോ നെവ്മായി അത് വാട്ടർ റിസോഴ്സസ് ആൻഡ് റിലീഫ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ മിനിസ്റ്ററാണ്. അവരാണ് കമ്മിറ്റിയുടെ ചെയർമാനായി അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നെക്സ്റ്റ് നന്ദിനി സഹകാർ യോജന. നന്ദിനി സഹകാർ സ്കീം എന്ന് പറയുന്നത് NCDC അതായത് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആണ്. ഇതൊരു വുമൺ ഫോക്കസ്ഡ് ഫ്രെയിംവർക്കാണ്. മെയിനായിട്ട് വുമൺ കോപ്പറേറ്റീവ്സിന് കപ്പാസിറ്റി ഡെവലപ്മെന്റിനും പ്രൊജക്ട് ഫോർമുലേഷനും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്കാണ്. ഇത് ആത്മനിർഭർ ഭാരതിന്റെ കീഴിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് വുമൻസിന്റെ എന്റർപ്രണർഷിപ്പിലൂടെ വുമൻസിന്റെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസിന് ഒരു ലിമിറ്റ് ഒന്നും പറയുന്നില്ല. 31/3/2024 വരെ നോക്കുവാണെങ്കിൽ NCDC എന്ന് പറയുന്നത് ഏകദേശം 6426.36 കോടി രൂപ വിമൺ ലീഡ് ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് വേണ്ടിയിട്ട് ഡിസ്ബേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾദോ നോ പ്രപ്പോസൽസ് ഹാവ് ബീൻ റിസീവ്ഡ് ഫ്രം ബീഹാർ. ഇതുവരെ ഒരു പ്രപ്പോസൽസ് കിട്ടാത്തൊരു സ്റ്റേറ്റ് ബീഹാർ ആണ്. നെക്സ്റ്റ് DBS Bank India launches exclusive banking program for senior citizens. DBS Bank India എന്ന് പറയുന്നത് DBS Golden Circle എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് പ്രയോറിറ്റി ബാങ്കിങ് പ്രോഗ്രാം ആണ്. മെയിനായിട്ട് സീനിയർ സിറ്റിസൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പ്രോഗ്രാം റെസിഡന്റ് ആയിട്ടുള്ള ഇന്ത്യൻ സിറ്റിസൻസിന് അതായത് 60 വയസ്സിന് മുകളിലോ അതിന് മുകളിലോ പ്രായമുള്ളവർക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബെനിഫിറ്റ്സും സർവീസസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ആണ് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫിക്സഡ് ഡെപ്പോസിറ്റ് സേവിങ്സ് അക്കൗണ്ടിനൊക്കെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സീനിയർ സിറ്റിസൺസ് DBS ഗോൾഡൻ സർക്കിളിനകത്ത് ഇൻറോൾ ചെയ്യുമ്പോൾ അവർക്ക് ഒരു 7% ഇൻട്രസ്റ്റ് പെർ ആനും ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും സേവിങ്സ് അക്കൗണ്ട് ബാലൻസിൽ നിന്ന്. അത് സേവിങ്സ് അക്കൗണ്ടിലെ തുക എന്ന് പറയുന്നത് 4 lakhsന് എബോ ആയിരിക്കണം, അപ് ടു 5 lakhs വരെ ആയിരിക്കണം. അതുപോലെ എൻഹാൻസ്ഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് 0.50% പെർ ആനും ഫിക്സഡ് ഡെപ്പോസിറ്റിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെയും അവരൊരു റേഞ്ച് പറയുന്നുണ്ട്. ടെന്യൂറിന്റെ റേഞ്ച് 376 days to 540 days വരെയാണ്. അപ്പോൾ സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് DBS ഗോൾഡൻ സർക്കിൾ പ്രോഗ്രാമിനകത്ത് സൈബർ ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. ഏകദേശം 1 lakh rupees അപ് ടു 1 lakh rupees വരെയാണ് വരുന്നത്. ഇപ്പോൾ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് സിംഗപ്പൂർ ആണ് DBS ബാങ്ക് എന്ന് പറയുന്നത്. അത് ഫൗണ്ട് ചെയ്ത് 1968 ഹെഡ് ക്വാർട്ടേഴ്സ് സിംഗപ്പൂരാണ്. ചെയർമാൻ പീറ്റർ സേഹ് ആണ്. CEO പീയൂഷ് ഗുപ്തയാണ്. നെക്സ്റ്റ് നീരജ് ചോപ്ര വിൻസ് സിൽവർ അറ്റ് 2024 പാരീസ് ഒളിമ്പിക്സ്. Nadeem, with an Olympic record throw of 92.97 meter, won Pakistan's first medal at the Olympics of any color in any sport since 1992. അപ്പോൾ 1992 ശേഷം സ്പോർട്സിൽ ഒളിമ്പിക്സിൽ പാകിസ്ഥാന് കിട്ടുന്ന ആദ്യത്തെ ഗോൾഡ് മെഡലാണ് നദീം എന്ന് പറയുന്ന ആൾക്ക് കിട്ടിയിരിക്കുന്നത്. ജാവലിൻ ത്രോയില് അദ്ദേഹം ഒരു ഒളിമ്പിക് റെക്കോർഡ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. 92.97 മീറ്ററിലേക്കാണ് ജാവലിൻ ത്രോ എറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ നീരജ് ചോപ്രയ്ക്ക് സിൽവർ മെഡലാണ് കിട്ടിയത്. അദ്ദേഹം ജാവലിൻ ത്രോ എറിഞ്ഞത് 89.45 മീറ്ററിലേക്കാണ്. ഇന്ത്യയുടെ ആദ്യമായിട്ട് ഇന്ത്യക്ക് ഗോൾഡ് വിൻ ചെയ്തതും ഈ ഒരു കാറ്റഗറിയിൽ സിൽവർ മെഡൽ വിൻ ചെയ്തതും ഇദ്ദേഹം തന്നെയാണ്. Neeraj becomes the third Indian after PV Sindhu and Sushil Kumar to win individual Olympic medals at 2 different games. 2 different ഗെയിംസിൽ ഇൻഡിവിജ്വൽ ഒളിമ്പിക് മെഡൽ നേടുന്ന മൂന്നാമത്തെ ഇന്ത്യൻ ആണ് നീരജ് ചോപ്ര. ബാക്കി 2 ഇന്ത്യൻസ് PV സിന്ധുവും സുശീൽ കുമാറും ആണ്. നെക്സ്റ്റ് ഹർ ഘർ തിരംഗ ക്യാമ്പയിൻ ലോഞ്ചസ് നാഷണൽ വൈഡ് പാട്രിയോട്ടിസം ഡ്രൈവ് ഫ്രം August 9 to 15. ഹർ ഘർ തിരങ്ക ക്യാമ്പയിൻ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനത്തിന്റെ ആ ഒരു ഭാഗമായിട്ടാണ് അത് കൊണ്ടുവരുന്നത്. നാഷണൽ വൈഡ് ആയിട്ട് August 9 മുതൽ August 15 വരെയാണ് നമ്മൾ അത് ക്യാമ്പയിൻ എടുക്കുന്നത്. ഇത് നമ്മുടെ സിറ്റിസൺസിൻ്റെ ഉള്ളിൽ പാട്രിയോട്ടിസം സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എയിം ചെയ്യുന്നത്. ഇത് 2022 ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത് ആസാദി കാ അമൃത് മഹോത്സവ് സെലിബ്രേഷന്റെ ഭാഗമായിട്ട്. പിന്നീട് and so over 10 crore selfies with the Tiranga uploaded last year. കഴിഞ്ഞ വർഷം ഏകദേശം 10 കോടിയോളം തിരങ്കയുടെ കൂടെ നിൽക്കുന്ന സെൽഫീസ് ആണ് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത്. നെക്സ്റ്റ് ഹരിയാന ക്യാബിനറ്റ് ബ്രിങ്സ് ഓർഡിനൻസ് ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് റിസർവേഷൻ ഇൻ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഈ അമെൻമെന്റ് എന്ന് പറയുന്നത് ബാക്ക്വേർഡ് ക്ലാസസ് ബിക്ക് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള റിസർവേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അമെൻമെന്റ് ആണ് വരുന്നത്.
അപ്പോൾ ഇത് ഹരിയാന ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷന്റെ റെക്കമെൻഡേഷന്റെ ബേസിലാണ് വരുന്നത്. അപ്പോൾ ഓർഡിനൻസ് റിസർവ് സീറ്റ് ഫോർ BC ബി ഇൻ പൊസിഷൻ ലൈക്ക് പഞ്ച്, സർപഞ്ച്, പഞ്ചായത്ത് സമിതി മെമ്പേഴ്സ്, ജില്ലാ പഞ്ചായത്ത് മെമ്പേഴ്സ്. അപ്പോൾ ഇതിനകത്തൊക്കെയാണ് ഈ പറയുന്ന ജില്ലാ പഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, സർപഞ്ച്, പഞ്ച് മെമ്പേഴ്സിനകത്തൊക്കെയാണ് റിസർവേഷൻ വരുന്നത്. നെക്സ്റ്റ്, ശ്രീലങ്ക ഇന്ത്യ ഫ്രണ്ട്ഷിപ്പ് ആർച്ച് ഇനോഗ്രേറ്റഡ് ആസ് പാർട്ട് ഓഫ് പ്ലാൻ ഫോർ മദർ ക്യാമ്പയിൻ. അപ്പം ഇന്ത്യൻ ഹൈ കമ്മീഷണർ ശ്രീലങ്കയിലേക്കുള്ള സന്തോഷ് ജാ ഉണ്ട്. അതുപോലെ ശ്രീലങ്കൻ സ്പീക്കർ മഹിന്ദ യാപെ, അഭയ് വർദാന, ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ശ്രീലങ്ക ഇന്ത്യ ഫ്രണ്ട്ഷിപ്പ് ആർച്ച് ഇനോഗ്രേറ്റ് ചെയ്തത്. നാഷണൽ സാൻഡൽവുഡ് ഗാർഡനിലാണ് അത് നിലകൊള്ളുന്നത്. അപ്പോൾ ഈ ഇവന്റ് എന്ന് പറയുന്നത് പ്ലാൻ ഫോർ മദർ എന്നുള്ള ഒരു ഇവന്റിന്റെ ഭാഗമായിട്ടാണ് നടന്നത്. ഒരു ക്യാമ്പയിൻ ആണ്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജിയാണ് ഈ ഒരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തത്. നെക്സ്റ്റ്, PM to unveil new crop varieties developed by ഐക്കർ CPCRA. അപ്പോൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി 2 പുതിയ കോക്കനട്ടും 2 പുതിയ കൊക്കോ വെറൈറ്റീസും ഐക്കർ സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കാസർഗോഡ് ഡെവലപ്പ് ചെയ്തതാണ്. അത് PM മോദിജി അൺവീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അൺവീലിംഗ് എന്ന് പറയുന്നത് ടേക്സ് പ്ലേസ് അറ്റ് ഭാരത് രത്ന സി സുബ്രഹ്മണ്യൻ ഓഡിറ്റോറിയം NASC കോംപ്ലക്സിലെ ഭാരത് രത്ന സി സുബ്രഹ്മണ്യൻ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഈ അൺവീലിംഗ് നടന്നത്. അപ്പോൾ 2 കോക്കനട്ട് വെറൈറ്റിയുടെ പേര് കൽപ്പ സുവർണ ആൻഡ് കൽപ്പ ശതാബ്ദി എന്നാണ്. 2 കൊക്കോ വെറൈറ്റിയുടെ പേര് VTL CH1 ആൻഡ് VTL CH2 എന്നാണ്. നെക്സ്റ്റ്, ആനന്ദ് ദർശൻ ശങ്കർ റിസീവ്സ് MS സ്വാമിനാഥൻ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ അവാർഡ്. അപ്പോൾ ഇത് വൺ ഓഫ് ദി ലാർജസ്റ്റ് കൺസർവേഷൻ നെറ്റ്വർക്ക് ആണ് ഓഫ് വൈൽഡ് മെഡിസിനൽ പ്ലാന്റ്സ്. അപ്പോൾ നോർമൻ ബോർലോങ് 1998 ഇത് നേടിയിരുന്നു. അദ്ദേഹത്തിന് 2011 പത്മശ്രീയും കിട്ടിയിരുന്നു. നെക്സ്റ്റ്, നാഗാലാൻഡ് ബിക്കംസ് ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഇംപ്ലിമെന്റ് ഡിസാസ്റ്റർ ഇൻഷുറൻസ്. അപ്പോൾ CM നിൻഫു റിയോ ഗവൺമെന്റ് SBI ജനറൽ ഇൻഷുറൻസും കൂടെ ഒരു മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തിട്ടുണ്ട്. നാഗാലാൻഡിനെ കൺട്രിയിലെ ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് ഇൻഷുറൻസ് സൊല്യൂഷൻ കൊണ്ടുവരുന്ന ആദ്യത്തെ സ്റ്റേറ്റ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡിസാസ്റ്റർ റിസ്ക് ട്രാൻസ്ഫർ പാരാമെട്രിക് ഇൻഷുറൻസ് സൊല്യൂഷൻ, അതാണ് DRTPS എന്ന് പറയുന്നത്. ഇത് സ്റ്റേറ്റിൽ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊട്ടക്ട് ചെയ്യുന്നതിനും ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് എക്കണോമിക് ലോസസ് റിഡ്യൂസ് ചെയ്യിക്കുന്നതിനും സഹായിക്കും. നെക്സ്റ്റ്, ന്യൂ പ്ലാന്റ് സ്പീഷീസ് സെറോപെഗിയ ഷിവാരിയാന ഡിസ്കവേർഡ് അറ്റ് വിശാൽഗഡ്. അപ്പോൾ സെറോപേഗിയ സിവാരിയാന എന്ന് പറയുന്നത് ഛത്രപതി ശിവജി മഹാരാജിന്റെ പേരിലാണ് ഇത് വരുന്നത്. അദ്ദേഹത്തിന് ഓണർ ചെയ്തുകൊണ്ടാണ് ഒരു പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു റീജിയന്റെ കൾച്ചറൽ ഹെറിറ്റേജ് ആണ് അതുവഴി റിഫ്ലക്ട് ചെയ്യുന്നത്. ഇതൊരു ഇവിടെ ഒരു ആൻഷ്യൻ ഫോർട്ട് സിറ്റുവേറ്റ് ചെയ്യുന്നുണ്ട് വിശാൽഗഡ് വില്ലേജിൽ, കോലാപൂർ ഡിസ്ട്രിക്ട്, മഹാരാഷ്ട്രയിൽ. അവിടെ നിന്നാണ് ഈ ഒരു പ്ലാന്റ് സ്പീഷീസ് കിട്ടിയത്, വിശാൽഗഡിൽ നിന്ന്. നെക്സ്റ്റ്, ഉപസ്ഥിതി പോർട്ടൽ. അപ്പോൾ ചീഫ് മിനിസ്റ്റർ ഹേമന്ത് സോറൻ ആണ് ഉപസ്ഥിതി പോർട്ടൽ ലോഞ്ച് ചെയ്തത്. അതായത് ജാർഖണ്ഡിലെ ഹെൽത്ത് വർക്കേഴ്സിന്റെ ഡെയിലി അറ്റൻഡൻസ് ട്രാക്ക് ചെയ്യുന്ന ഒരു പോർട്ടലാണ് ഉപസ്ഥിതി പോർട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിസ്റ്റം ബയോമെട്രിക് അറ്റൻഡൻസ് ആണ് വെരിഫൈ ചെയ്യുന്നത്. അക്കൗണ്ടബിലിറ്റി എൻഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. നെക്സ്റ്റ്, കർണാടക നാടക അക്കാദമി അനൗൺസസ് അവാർഡീസ് ഫോർ ഇയർ 2022 to 2025. അപ്പോൾ ടോട്ടൽ 93 അവാർഡ്സ് ആണ് അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഉണ്ട്, ആനുവൽ അവാർഡ്, പിന്നെ 5 അതർ കാറ്റഗറി അവാർഡ്സും ഇതിനകത്ത് വരുന്നുണ്ട്. സ്റ്റേജ് ആൻഡ് സിനി ആക്ടർ ഉമാശ്രീ, അവർക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കിട്ടി ഫോർ ദ ഇയർ 2022-23. അതുപോലെ പോയറ്റും പ്ലേ റൈറ്റും ആയിട്ടുള്ള HS ശിവപ്രകാശിന് 2023-24 അവാർഡ് കിട്ടി. ദളിത് ആക്ടിവിസ്റ്റും പോയറ്റും പ്ലേ റൈറ്റും ആയിട്ടുള്ള കുതിങ്ങനഹല്ലി രാമയ്ക്ക് 2024-25 അവാർഡ് കിട്ടി. നെക്സ്റ്റ്, സീനിയർ ഇൻഫർമേഷൻ സർവീസ് ഓഫീസർ ദിരാജ് സിംഗ് വാസ് അപ്പോയിന്റഡ് ആസ് ദ ഡയറക്ടർ ഓഫ് ദ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, പൂനെ. അപ്പോൾ കറന്റ് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഇൻ ദ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഇൻചാർജ് ഓഫ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസാണ് അദ്ദേഹം. അദ്ദേഹത്തിന് സിംഗ് സക്സീഡ് സന്ദീപ് ഷഹാരി ടു ദ പോസ്റ്റ്. അപ്പോൾ സന്ദീപ് സഹാരേനെ സക്സീഡ് ചെയ്തുകൊണ്ടാണ് സിംഗ് വരുന്നത്. Singh is also the author of the book Modern Masters of Cinema, a Personal Pantheon. Hathi app developed in Assam. അസാം ബേസ്ഡ് ബയോഡൈവേഴ്സിറ്റി ഓർഗനൈസേഷൻ ആണ് ഒരു മൊബൈൽ ഫോൺ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തു. അത് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഹ്യൂമൻ എലഫന്റ് കോൺഫ്ലിക്റ്റ് മിറ്റിഗേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് സ്റ്റേറ്റിൽ കുറേ ലാർജ് അനിമൽസ് കോഎക്സിസ്റ്റ് ചെയ്ത് ജീവിക്കുന്നുണ്ട്, മെയിനായിട്ട് നോർത്ത് ഈസ്റ്റ് ഏരിയാസിൽ. അപ്പം അതിനെ ആ ഒരു റീജിയനിൽ കുറേ ഹ്യൂമൻ എലഫന്റ് കോൺഫ്ലിക്റ്റ് ഒക്കെ വരുന്നുണ്ട്. അതിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്, ഹാത്തി ആപ്പ്.
അപ്പോൾ ഹാത്തി ആപ്പ് എന്ന് പറയുന്നത് ഏർലി വാർണിംഗ് സിസ്റ്റം ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് വൈൽഡ് എലമെന്റ്സിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഒരു ഏർലി വാർണിംഗ് സിസ്റ്റംസ് ക്ലോസ് പ്രോക്സിമിറ്റിയിലുള്ള ഹ്യൂമൻ സെറ്റിൽമെന്റ്സിന് പ്രൊവൈഡ് ചെയ്യും. ഇത് ഇറ്റ് ഈസ് ഷെഡ്യൂൾഡ് ടു ബി ലോഞ്ച്ഡ് അലോങ് വിത്ത് എ സോളാർ ഫെൻസ് മാനുവൽ. ഒരു സോളാർ ഫെൻസ് മാനുവലിന്റെ കൂടെയാണ് ഇത് ഷെഡ്യൂൾ ചെയ്യാൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ആപ്പിനകത്ത് ഒരു എക്സ് ഗ്രാറ്റിയ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് അഗെയിൻസ്റ്റ് ഡാമേജസ് കോസ്ഡ് ഡ്യൂ ടു ഡിപ്രഡേഷൻ ബൈ വൈൽഡ് എലിഫൻസ്. വൈൽഡ് എലിഫൻസ് ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള ഡാമേജസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ട ഒരു എക്സ് ഗ്രാറ്റിയ ആപ്ലിക്കേഷൻ ഫോമും ഈ ആപ്പിനകത്ത് അവൈലബിൾ ആണ്. Next, CM Yogi Adityanath inaugurates the Kakori Train Action Centenary Festival. അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഷഹീദ് സ്മൃതി വാതിക എസ്റ്റാബ്ലിഷ് ഇൻ എവറി ഡിസ്ട്രിക്ട്. അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഷഹീദ് സമൃദ്ധി വാടിക എന്ന് പറഞ്ഞ ഒന്ന് എല്ലാ ഡിസ്ട്രിക്റ്റിലും അത് കക്കോരി ട്രെയിൻ ആക്ഷനുമായി ബന്ധപ്പെട്ട മാർട്ടേഴ്സിന് ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത് ഷഹീദ് സമൃദ്ധി യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് അണ്ടർവേയിൽ നടക്കുകയാണ്. 100 സൈക്ലിസ്റ്റാണ് ഈ ഒക്കേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. കക്കോരി ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് അതായത് കക്കോരി ഫ്രീഡം ഫൈറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ബുക്സ് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണ്. കൂടാതെ ഫ്രീഡം മൂവ്മെന്റ്, കക്കോരി ട്രെയിൻ ആക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് it is renamed because the word Kant refers to the sense of humiliation of the incident during India's ഫ്രീഡം സ്ട്രഗിൾ. ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിളിന്റെ സമയത്ത് ഉണ്ടായ ഒരു സെൻസ് ഓഫ് ഹ്യൂമിലിയേഷൻ കാരണം ഈ ഒരു വേർഡ് കാന്ത് എന്ന് പറയുന്ന ഒരു വേർഡാണ് ഇവിടെ റീനെയിം ചെയ്ത് യൂസ് ചെയ്യുന്നത്. കക്കോരി ട്രെയിൻ ആക്ഷൻ എന്ന് പറയുന്നത് ഒരു ട്രെയിൻ റോബറിയാണ്. അത് റവല്യൂഷണറിസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റേഴ്സ് ആണ് അത് കമ്മിറ്റ് ചെയ്തത് ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് രാജ്. അത് നടന്നത് August 9, 1925 ലക്നൌവിനടുത്തുള്ള കക്കോരി എന്ന് പറയുന്ന ഒരു വില്ലേജിലാണിത് സംഭവിച്ചത്. അപ്പോൾ ഈ റോബറി എന്ന് പറയുന്നത് ക്യാരി ഔട്ട് ചെയ്തത് 10 റെവല്യൂഷണറീസ് ആണ്. അതിനകത്ത് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷനിലെ റവല്യൂഷണറീസ് ആയിട്ടുള്ള റാംപ്രസാദ് ബിസ്മില്, അതുപോലെ ആഷ്ഫാഖുൽ ഖാൻ, രാജേന്ദ്ര ലഹിറി, കേശവ് ചക്രവർത്തി, മുകുന്ദി ലാല്, ബൻവാരി ലാലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. സിഗ്നിഫിക്കൻ്റ്ലി ഫ്രീഡം ഫൈറ്റേഴ്സ് ആയിട്ടുള്ള രാംപ്രസാദ് ബിസ്മിലും അഷ്ഫാഖുല്ല ഖാനും റോഷൻ സിംഗ് ഇവരെല്ലാം December 19, 1927 ഈ കക്കോരി കോൺസ്പിറസിയുടെ ഇൻവോൾവ്മെന്റ് കാരണം തൂക്കിലേറ്റപ്പെട്ടിരുന്നു. നെക്സ്റ്റ്, ഫോർമർ ഫോറിൻ മിനിസ്റ്റർ നട്വാർ സിംഗ് പാസസ് എവേ അറ്റ് 95. അപ്പോൾ ഡിപ്ലോമാറ്റ് ടേൺഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള കുൻവാർ നട്വാർ സിംഗ്, അദ്ദേഹം എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയിരുന്നു 2004-2005 സമയത്ത്. അദ്ദേഹം 95-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ എക്സ്റ്റേണൽ അഫയർ മിനിസ്റ്റർ എന്നുള്ള രീതിയിലുള്ള റോള് മെയിനായിട്ട് ഇന്ത്യ US സിവിൽ ന്യൂക്ലിയർ ഡീലിന്റെ സമയത്ത് 2005 റോള് വലിയ അദ്ദേഹം മുന്നോട്ട് വെച്ച നെഗോഷിയേഷൻസ് ഒക്കെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. നെക്സ്റ്റ്, സെന്റർ പുട്ട് നീലക്കുറിഞ്ഞി ഓൺ ദ ലിസ്റ്റ് ഓഫ് പ്രൊട്ടക്റ്റഡ് പ്ലാന്റ്സ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് നീലക്കുറിഞ്ഞിയുടെ സയന്റിഫിക് നെയിം ആണ് സ്ട്രൊബൈലാന്തസ് കുന്തിയാന എന്ന് പറയുന്നത്. അതിനെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഷെഡ്യൂൾ 3 ആഡ് ചെയ്തു. അതായത് പ്രൊട്ടക്റ്റഡ് പ്ലാന്റ്സിന്റെ ലിസ്റ്റിലേക്ക് അതിനെ ആഡ് ചെയ്തു. ഈ പ്ലാന്റ് വെസ്റ്റേൺ ഗട്ട്സിന്റെ സ്മോൾ സ്ട്രച്ചിലെ എൻഡമിക് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ മാത്രം കാണുന്ന പ്ലാന്റ്സിനെയാണ് എൻഡമിക് പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നീലക്കുറിഞ്ഞി ഒരു എൻഡമിക് പ്ലാന്റ് ആണ്. വെസ്റ്റേൺ ഗട്ടിന്റെ സ്മോൾ സ്ട്രച്ചസിലാണ് അത് കാണുന്നത്. അത് മംഗലദേവി ഹിൽസ് മുതൽ നീലഗിരി ഹിൽസ് അതിനിടയിലുള്ള റീജിയൻസിലാണ് നീലക്കുറിഞ്ഞി പൂക്കാറുള്ളത്. നെക്സ്റ്റ്, കല്ലാർ ഡാൻസിംഗ് ഫ്രോഗ് ഫൗണ്ട് ഇൻ റാണി ഫോറസ്റ്റ് ഡിവിഷൻ. ഇപ്പോൾ ടീം ഓഫ് സുവോളജിസ്റ്റ്, അത് സ്റ്റേറ്റിൽ നിന്നുള്ള കുറച്ച് സുവോളജിസ്റ്റുകൾ കല്ലാർ ഡാൻസിംഗ് ഫ്രോഗിന്റെ പ്രസൻസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കല്ലാർ ഡാൻസിംഗ് ഫ്രോഗിന്റെ സയന്റിഫിക് നെയിം മക്രിക്കാലസ് ഹെറയി എന്നാണ്. റാണി ഫോറസ്റ്റ് ഡിവിഷനിൽ നിന്നാണ് അവർക്കത് കിട്ടിയത്. ആദ്യമായിട്ടാണ് യുണീക് ഡാൻസിംഗ് ഫ്രോഗിനെ ഷെൻകോട്ട ഗ്യാപ്പിന്റെ നോർത്തേൺ സൈഡിൽ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിനെ കല്ലാർ ടോറന്റ് ഫ്രോഗ് എന്നും കൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതിന് ഈ നെയിം കിട്ടിയത് ഇത് കല്ലാർ റീജിയൻസിൽ ആദ്യം ഫൗണ്ട് ചെയ്തുകൊണ്ടാണ്. ഇതിന്റെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഷെൻകോട്ട ഗ്യാപ്പിന്റെ ഒരു സൗത്തേൺ റീജിയനിൽ ലിമിറ്റഡ് ആയിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ്, ഇന്ത്യ ലീഡ് ടീം ഗെറ്റ്സ് അവാർഡ് ഫോർ വർക്ക് ഓൺ ഡിജിറ്റൽ വാക്സിൻസ്. അപ്പോൾ ഇന്ത്യ ലീഡ് ചെയ്യുന്ന ഒരു ഗ്ലോബൽ ടീം, റിസർച്ച് സയന്റിസ്റ്റിന്റെ ഒരു ടീം ഹെൽത്ത് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻ ആക്ഷൻ അവാർഡ് നേടിയിരിക്കുകയാണ്. അത് ജോൺ ഹോപ്കിൻസ് സെന്റർ ഫോർ ഡിജിറ്റൽ ഹെൽത്ത് ആൻഡ് AI നിന്നാണ് ഈ അവാർഡ് അവർക്ക് കിട്ടിയത്. അവര് ഒരു പേപ്പർ അവിടെ അവതരിപ്പിച്ചു.
which describing the effectiveness of gamified virtual reality mobile app administered to students to reduce the risk of infectious diseases. Infectious diseasesന്റെ റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നതിന് സ്റ്റുഡൻസിലേക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഒരു വിർച്വൽ റിയാലിറ്റി മൊബൈൽ ആപ്പുമായി ബന്ധപ്പെട്ട പേപ്പറാണ് അവർ ഡിസ്ക്രൈബ് ചെയ്തത്. അതിന് വേണ്ടിയിട്ടാണ് അവർക്ക് ഈ അവാർഡ് കിട്ടിയത്. മെയിനായിട്ട് ഡിജിറ്റൽ വാക്സിൻസ് എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ്, റെക്കോർഡ് ടെമ്പറേച്ചേഴ്സ് ഇൻ ഗ്രേറ്റ് ബാരിയർ റീഫ് സീൻ ഇൻ ലാസ്റ്റ് ഡെക്കേഡ്. അപ്പോൾ വാട്ടർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഗ്രേറ്റ് ബാരിയർ റീഫ് എന്ന് പറയുന്നത് പവിഴപ്പുറ്റുകളൊക്കെ കാണുന്ന ഓസ്ട്രേലിയയിലെ ഒരു സ്ഥലമാണ്. അവിടെ പാസ്റ്റ് ഡിക്കേഡിൽ വെച്ച് നോക്കുകയാണെങ്കിൽ, പാസ്റ്റ് 400 ഇയേഴ്സിനുള്ളിൽ നോക്കുകയാണെങ്കിൽ വളരെ ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് വളരെ ഉയർന്ന ടെമ്പറേച്ചറാണ് അവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇത് നേച്ചറിലാണ് ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഈ പീരീഡ്സിൽ വാർമിംഗ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്ടറിലെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ പറയുന്ന കോറൽസിനൊക്കെ ബ്ലീച്ചിങ് സംഭവിക്കും. അപ്പോൾ ആ പറയുന്ന കോറൽസ് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹ്യൂമൻ ഇൻഡ്യൂസ് ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നതെന്നെല്ലാം നേച്ചറിൻ്റെ ആ ഒരു റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. നെക്സ്റ്റ്, ഹിഡൻ ഡേഞ്ചേഴ്സ് ഓഫ് ഇറാഷണൽ യൂസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് ഓൺ മൈക്രോബയോം. ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് എസ്പെഷ്യലി ബ്രോഡ് സ്പെക്ട്രം നമ്മുടെ ഗട്ട്, അതായത് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ, നമ്മുടെ ഗട്ടിനകത്ത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ബാക്ടീരിയാസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ മൈക്രോബയോം എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ ആക്ച്വലി ഗട്ടിലുള്ള ബാക്ടീരിയനെയും അത് വൈപ്പ് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡിസ്റപ്ഷൻ എന്ന് പറയുന്നത് അതിനൊരു പേരുണ്ട്, ആ ഒരു കണ്ടീഷൻ ഒരു പേരുണ്ട്, ഡിസ്ബയോസിസ് എന്ന് പറയും. അപ്പോൾ ഇതൊരു ലോങ് ലാസ്റ്റിംഗ് ഇഫക്റ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുക, വളരെ സിവിയർ ആയിട്ടുള്ള ഇഫക്ട്സ് ഉണ്ടാക്കും. അപ്പോൾ ഒരു സിംഗിൾ കോഴ്സ് ആൻറ്റിബയോട്ടിക് എടുക്കുകയാണെങ്കിൽ പോലും ഡിസ്ബയോസിസ് സംഭവിക്കാം. അതിൻ്റെ എഫക്ട്സ് മന്ത്സോളോ അല്ലെങ്കിൽ ഈവൻ ഇയേഴ്സോളോ നിലനിൽക്കാനും ചാൻസ് ഉണ്ട്. സോ ഇത്രയാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.